ഭാഗവതത്തിലെ 60-ാം അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇപ്പം ഈ 60-ാം അധ്യായത്തിലാണ് കർഹിജിത് അധ്യായം എന്ന് പറയും. അതായത് ഒരു കലഹത്തിൻ്റെ അധ്യായമാണത്. ഏതിൻ്റെ അധ്യായം? കലഹത്തിൻ്റെ. എന്താ കലഹം? ഒരു ഡൈവേഴ്സ് കേസ്. ആര് തമ്മിൽ? കൃഷ്ണൻ രുക്മിണിക്കൊരു നോട്ടീസ് കൊടുത്തു. എന്തിനുള്ള നോട്ടീസ്? ഡൈവേഴ്സിനുള്ള നോട്ടീസ്. ഏതിനുള്ള നോട്ടീസ്? ലോകത്തിൽ ആദ്യത്തെ ഡൈവേഴ്സ് നോട്ടീസ് ആരാ കൊടുത്തത് അറിയോ? ആരാ കൊടുത്തത്? കൃഷ്ണൻ രുക്മിണിക്ക്. നിങ്ങളിതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കേൾക്കുക? എന്താ ഒന്നും മിണ്ടാത്തത്? എത്ര പേര് ആദ്യമായിട്ട് കേൾക്കുകയാണ്? ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തത് ആരാണ്? ഇപ്പോഴും പലർക്കും വിശ്വാസം വരുന്നില്ല. ഞാനെന്തോ ബ്ലഫ് അടിക്കുന്ന പോലെ പലരും നോക്കണത്. കാര്യത്തിൽ പറയാണ്. അപ്പം ആ നോട്ടീസ് കേൾക്കണോ നിങ്ങൾക്ക്? കേൾക്കണോ? കണ്ടവൻ്റെ കലഹല്ലേ എന്ത് നമുക്ക് ചെയ്തത്. അപ്പോൾ കൃഷ്ണൻ രുക്മിണിയോട് പറയാണ്, നമ്മൾ തമ്മിൽ ഒത്തുപോകൂല. എന്താ പറഞ്ഞത്? നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. എന്താ കാരണം? അതിന് ചില റീസൺസൊക്കെ കൃഷ്ണൻ പറഞ്ഞത്. ചില കാരണം ഉണ്ടാവില്ലേ? എന്തായാലും തമ്മിൽ തെറ്റാൻ ചില കാരണം ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞു, നിറം കൊണ്ട് ഒട്ടും പറ്റില്ല. ഏതുകൊണ്ട്? കാരണം കൃഷ്ണൻ നല്ല വെളുത്ത നിറവും രുക്മിണി നല്ല കറുത്ത നിറവും. അങ്ങനെയല്ല, നമുക്കറിയാം തിരിച്ചാണെന്നുള്ളത്. പിന്നെ പറഞ്ഞു കൃഷ്ണൻ കുലം കൊണ്ട് ചേരില്ല. ഏതുകൊണ്ട്? എന്താ കുലം? കൃഷ്ണൻ്റെ കുലം എന്ന് പറഞ്ഞാൽ ഒരു ശാപം ഉള്ള കുലമാണ്. ആ കഥ ഞാൻ പറഞ്ഞിട്ടില്ല. യയാതി യൗവനം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാൽ ശപിച്ചു യദുവിനെ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുണ്ടോ നിങ്ങൾ? പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നോ ഇല്ലയോ? ഒരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട് എന്താ പറഞ്ഞതെന്ന്. അപ്പം യയാതി യദുവിനെ ശപിച്ചതുകൊണ്ട് യാദവ കുലത്തിന് രാജാധികാരം അവർക്ക് പറയൂ ഉണ്ടായിരുന്നില്ല. അപ്പം കൃഷ്ണന് രാജാധികാരമില്ലാത്ത ഒരു കുലമാണുള്ളത്. എന്നാൽ രുക്മിണീ ദേവിയുടെ കുലം എന്ന് പറഞ്ഞാൽ അഭിജാത്യവും ആഢ്യത്വവും മഹത്വവും ഒക്കെയുള്ള ഒരു കുലമാണ്. അപ്പം അതുകൊണ്ട് ശപിക്കപ്പെട്ട ഞങ്ങളും ആദരണീയരായ നിങ്ങളും തമ്മിൽ ചേരില്ല. ഇനി മൂന്നാമത്തെ കാര്യം കൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ ദരിദ്രവാസികളാണ്, സമ്പത്തൊന്നും ഇല്ല, പാവങ്ങളാണ് ദേവി. നിങ്ങളാണെങ്കിലോ സമൃദ്ധിയിൽ ജീവിക്കുന്നവരാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സമ്പത്തിൻ്റെ അടുത്ത്, നിങ്ങളുടെ ബാങ്ക് ബാലൻസിൻ്റെ മുന്നിൽ ഞങ്ങൾ ഒന്നുമല്ല. കാരണം കൃഷ്ണൻ ചില്ലറക്കാരനാണ്. അതുകൊണ്ടാണല്ലോ ഒരുവിധ അമ്പലത്തിലൊക്കെ ആൾക്കാരെന്താ കൊടുക്കുക? ചില്ലറയെ കൊടുക്കുക. നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ എന്താ കൊടുക്കുക? എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ കണ്ടില്ലേ? നോട്ടാണോ ഒഴിയ ചില്ലറയാണോ? കാരണം കൃഷ്ണൻ തന്നെ പറയും, ഞാൻ നോക്കൂ, എൻ്റെ ഭക്തന്മാരെ എന്നെ ചില്ലറക്കാരനാക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ തന്നെ ഒരു ചില്ലറ കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പം സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന നിങ്ങളും ദാരിദ്ര്യത്തിലിരിക്കുന്ന ഞങ്ങളും തമ്മിൽ ഒരിക്കലും ചേരില്ല. പിന്നെ കൃഷ്ണൻ പറയുന്നത്, ദേവി നിങ്ങൾക്കൊക്കെ വലിയ കുടുംബ മഹിമയുണ്ട്, എന്ന് വെച്ചാൽ ബന്ധുമഹിമയുണ്ട്. ഞങ്ങൾക്ക് അതും കണക്കാ. കണ്ടില്ലേ ഒരമ്മാവൻ്റെ ഒരു അവസ്ഥ? തട്ടേണ്ടി വന്നു. ഒരമ്മാവനെ തട്ടേണ്ടി വന്നു. അമ്മാവനെ പേടിച്ചിട്ട് വേറെ ഓടേണ്ടി വന്നു അല്ലേ? അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം വലിയ കുടുംബം, നല്ല ഒരു കുടുംബമല്ല, ഒക്കെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ളവരാ ഞങ്ങളുടെ കൂടെ. നിങ്ങളാണെങ്കിലോ പേരും പ്രശസ്തിയും സ്ഥാനവും മഹിമയൊക്കെ ഉള്ളവരുടെ കുടുംബമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ചേരില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ വലിയ സമ്മാനം തരാൻ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. എൻ്റെ പിന്നാലെ വല്ല ഭക്തന്മാരും ഭജന പാടുന്നു എന്നല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പം എന്തുകൊണ്ട് നോക്കുമ്പോഴും നമ്മൾ തമ്മിൽ ചേരില്ല. അതായത് ദേവിക്ക് അനുയോജ്യനായ ഒരാളാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ആരുടെ പക്ഷം? സാധാരണ കലഹിക്കുമ്പോൾ എപ്പോഴും മറ്റൊരാളുടെ ദോഷം, മറ്റൊരാളുടെ കുറ്റം, മറ്റൊരാളുടെ ന്യൂനത, മറ്റൊരാളുടെ പോരായ്മ, ഇതല്ലേ നോക്കുക. ഇവിടെ കൃഷ്ണൻ കലഹിക്കുന്ന നേരെ വിപരീത. തൻ്റെ കുറവ്, തൻ്റെ ന്യൂനത, ഇതൊന്നും ദേവിയുടെ തലത്തിൽ ചേർന്നതല്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പറയൂ
ചേർന്ന് പോവില്ല. അതുകൊണ്ട് ദേവി അന്നത്തെ സാരി ഉടുത്തോളൂ എന്ന്. എന്നത്തെ സാരി? കല്യാണ സാരി ഉടുത്തോളൂ എന്ന്. എന്തിനാണ്? ആ ശിശുപാലൻ്റെ അടുത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. എവിടെ? ശിശുപാലൻ ഇപ്പോഴൊരു പ്രതീക്ഷയിലിരിക്കുകയാണ് അത്രേ. എന്താ പ്രതീക്ഷ? അന്നത്തെ കല്യാണക്കത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് വീശും. എന്നെങ്കിലും രുക്മിണി ദേവി ഈ വഴിക്ക് വരും എന്നുള്ളത്. ഇന്നും അങ്ങനെയൊക്കെ അല്ലേ? കല്യാണം പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റാതെ വേറെ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് ആ പ്രേമിച്ച് പഴയ പെണ്ണിനെ തോണ്ടുന്നവരില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ആ നേരിട്ട് തോണ്ടുകയല്ല, ആപ്പിലൂടെ തോണ്ടുന്നവരുണ്ടാവില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ഉണ്ടാവില്ലയോ? ആ ഉണ്ട്, എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട്. അപ്പം ഈ പ്രകാരം ദേവിയെ കാത്തിരിക്കുകയാണ്. ആര്? ശിശുപാലൻ. എന്നെങ്കിലും ദേവി ഈ വഴിക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പം അങ്ങനെ ദേവി വിഷമിക്കേണ്ട, ഞാൻ കൊണ്ട് വിട്ടോളാം. ഇത് കേട്ടാൽ ദേവിയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? സാരി ഉടുക്കുമോ? നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? ഒരു ഷോക്കല്ലേ? ആണോ? ദേവിക്കതൊരു പെട്ടെന്നൊരു ഷോക്ക്. കൃഷ്ണൻ പെട്ടെന്ന് ഇങ്ങനെ ഡൈവേഴ്സ് നോട്ടീസ് തരുമെന്ന് ആരും വിചാരിച്ചില്ല. ദേവി വിചാരിച്ചില്ല ഈ തരത്തിൽ. ദേവി അത് ആ തലകറങ്ങി ഒറ്റ വീഴ്ച. ദേവി തലകറങ്ങി വീണു. ഭഗവാൻ ഇത്തിരി വെള്ളമൊക്കെ കൊണ്ടുവന്ന് ദേവിയുടെ മുഖത്ത് തളിച്ചെങ്കിലും ദേവിയാണെങ്കിൽ ജന്മം ഉണ്ടേ കണ്ണു തുറക്കില്ല. കാരണം കണ്ണു തുറന്നാലേ കൊണ്ടുവിടുള്ളൂ. അപ്പം തന്നെ കൊണ്ടുവിടാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യരുത്? കണ്ണു തുറക്കാതിരിക്കണം. അപ്പോൾ ഭഗവാൻ ദേവിയുടെ തല തൻ്റെ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, അയ്യോ ദേവി, ഞാൻ സത്യത്തിൽ ദേവി ഉപേക്ഷിക്കാൻ പറഞ്ഞതല്ല. ഞാനിതൊക്കെ പറയുമ്പോൾ ദേവി ഇതിനെങ്ങനെയായിരിക്കും പ്രതികരിക്കുക, മറുപടി തരിക എന്നതൊന്ന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ദേവിയെ ഞാനൊന്ന് കുത്തി നോക്കിയതാണ്, ചൊറിഞ്ഞു നോക്കിയതാണ്. ദേവിയെ ഒന്ന് ഞാൻ പ്രകോപിപ്പിച്ചതാണ്. ദേവി അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ദേവിക്ക് സത്യമാണോ കൃഷ്ണൻ പറയണത്? എന്നെ ഒഴിവാക്കാൻ തന്നെയാണോ അതോ ഒഴിവാക്കില്ലേ? ദേവി എന്ത് ചെയ്തു? ഒറ്റ കണ്ണുകൊണ്ട് നോക്കി കണ്ണിലേക്ക്. അപ്പോൾ കൃഷ്ണൻ്റെ മുഖത്ത് അങ്ങനെ ഒരു ഗൗരവമൊന്നുമില്ല. കൃഷ്ണൻ വളരെ കാഷ്വലായിട്ട്, വളരെ ഒരു സാധാരണ രീതിയിലാണ് ദേവിയോട് ഇതൊക്കെ പറയുന്നത്. അപ്പം മനസ്സിലായി കൃഷ്ണൻ അങ്ങനെ ഗൗരവത്തിലല്ല, ഇതൊന്നും വെറുതെ ഒരു നോട്ടീസ് അയച്ചാ. നമ്മൾ പറയില്ലേ ചൊറിഞ്ഞു നോക്കിയതാണെന്ന്. കൃഷ്ണൻ ദേവി ഒന്ന് വെറുതെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് നോക്കിയാണ്. അതിന് ദേവി കൊടുക്കുന്ന മറുപടി അതൊരു ഉഗ്രൻ മറുപടിയാണ്. 60-ാം അധ്യായത്തിൽ അതാണ് കൃഷ്ണന് ആ രുക്മിണീദേവിയോട് അത്രയും ഒരു ആദരവും ബഹുമാനം വന്നത്. ഇത് നമ്മളേറെ പഠിക്കേണ്ടതുമുണ്ട്. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. 60-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകം മുതൽ ഇതെല്ലാവരും ഒന്ന് വായിക്കണം. കാരണം ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളിലും പഴയൊരു ജീവിതമല്ല. പണ്ടൊക്കെ നിങ്ങളൊക്കെ ജീവിച്ച സമയത്തുള്ള ആ സാക്രിഫൈസിങ് മൈൻഡ്, ആ ഒരു ടോളറേറ്റിംഗ് മൈൻഡ്, ആ ഒരു അഡ്ജസ്റ്റിംഗ് മൈൻഡ് ഇന്ന് നമ്മുടെ കുട്ടികളിൽ വളരെ ഓർക്കെ പറയൂ കുറവാണ്. ഇന്നവർ ഒട്ടും അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും പറയൂ തയ്യാറില്ല. കാരണം രണ്ടുപേർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുണ്ട് അല്ലേ? അവനവന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസ എല്ലാവരുടെയും കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ താഴ്ന്നും നിങ്ങളെ വിഴുപ്പലക്കിയും നിങ്ങളുടെ കുരുട്ടു സ്വഭാവം കണ്ടും ജീവിക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല. എനിക്കും ജീവിക്കാൻ അറിയാം. നിങ്ങളെയൊന്നും കണ്ടിട്ടല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന്. ഇനിയിപ്പം നിങ്ങളില്ലെങ്കിലും ഞാനിവിടെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു പോവും എന്നൊക്കെയുള്ള ഒരു വാശി പെൺകുട്ടികൾക്കും. എന്നാൽ പിന്നെ നീ നിൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് എന്നുള്ള ഒരു സ്വാർത്ഥത, അഹങ്കാരം, എടുത്തുചാട്ടം ഇല്ലേ, ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത മനോഭാവം, പിടിവാശികൾ, ഇതൊക്കെ കൂടുതലാണോ കുറവാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ? പറയൂ. അപ്പം നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, സംസ്കാരമില്ല. എന്താണ്? പറയൂ. വിദ്യാഭ്യാസമുണ്ട്,
സംസ്കാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് കാരണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പറ്റിയ തെറ്റാണ്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത്, ബ്രെയിൻ എന്ന് പറയുന്നത് 2 പാർട്ടാണ്. അപ്പം നമ്മുടെ കൈ 2 എണ്ണമുള്ള പോലെ, കണ്ണ് 2 എണ്ണമുള്ള പോലെ, കാത് 2 എണ്ണമുള്ള പോലെ ബ്രെയിനിനും 2 പാർട്ടുണ്ട്. അതിലൊരു പാർട്ടെന്ന് പറയുന്നതാണ് ബുദ്ധി, ഒരു പാർട്ടെന്ന് പറയുന്നതാണ് മനസ്സ്. ഇതാണ് ഇന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന, മനസ്സിനെ വിളിക്കുന്ന പേരാണ് EQ, ബുദ്ധിയെ വിളിക്കുന്ന പേരാണ് IQ. അറിയാലോ വാക്കുകൾ, കേട്ടിട്ടില്ലേ? അതായത് ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ ഇതൊക്കെ സൈക്കോളജിയുടെ ഭാഷയാണ്. എന്നാൽ ഇവരൊക്കെ ഇത് ചിന്തിക്കുന്നതിന് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയും, ബുദ്ധിയും മനസ്സും വികസിക്കുമ്പോഴേ ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമാവുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രതീകാത്മകമായ ശ്ലോകമാണ് ഗീതയിൽ നമുക്ക് കാണാം. ഗീതയിൽ 2 ശ്ലോകങ്ങൾ എടുക്കാം. ഒന്ന് 12-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, 12, ഇതൊക്കെ പഠിക്കണം നിങ്ങൾ. 12-ാം അധ്യായത്തിൽ അവിടെ 6-ാമത്തെ ശ്ലോകത്തിൽ പറയും, മയ്യേവ മന ആദസ്വ, 12-6, മയ്യേവ മന ആദസ്വ മൈ ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത് ഊർധ്വം ന സംശയ. കണ്ടോ? അപ്പം മയ്യേവ മന ആദസ്വ, മനസ്സ് എന്നിൽ ഉറപ്പിക്കണം, ബുദ്ധിം നിവേശയ. അപ്പം മനസ്സെന്നൊരു വാക്കും ബുദ്ധി എന്നൊരു വാക്കും ആരുപയോഗിച്ചിട്ടുണ്ട്? ഇന്നത്തെ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ ഈ മൈൻഡ് ആൻഡ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ എന്നൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സും ബുദ്ധിയും എന്നൊക്കെയുള്ള വാക്ക് ആരുപയോഗിച്ചിട്ടുണ്ട്? അവർക്ക് പറയൂ, ഭഗവാൻ കൃഷ്ണൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം മനസ്സും വികസിക്കണം, ബുദ്ധിയും വികസിക്കണം. ഏത് വികസിക്കണം? അപ്പം ബുദ്ധി വികസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അക്കാഡമിക്കായിട്ടും സ്കില്ലായിട്ടും ട്രെയിനിങ് ആയിട്ടും ഒക്കെ ആയിട്ടാണ് ഏത് വികസിക്കുക? ബുദ്ധി വികസിക്കുക. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അറിവ് കഴിവൊക്കെ കാണുമ്പോൾ പറയും നല്ല ബുദ്ധിയുള്ള ഒരാളാണെന്ന്. അല്ലേ? ആണോ അല്ലയോ? എന്നാൽ നല്ല പെരുമാറ്റം, സഹായിക്കാനുള്ളൊരു വിശാലത, കുറേയും കൂടി മാനസികമായിട്ട് പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു മെച്യൂരിറ്റി വരുമ്പോൾ നമ്മൾ പറയും നല്ല മനോബലമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല മനസ്സംസ്കാരമുള്ളൊരു വ്യക്തിയാണ്. ആണോ അല്ലയോ? പറയൂ. ഭാഷയിൽ നമ്മൾ അങ്ങനെയാണ് പറയാം. നല്ല സ്വഭാവം കണ്ടിട്ട് നമ്മൾ പറയില്ല നല്ല ബുദ്ധിയുള്ളൊരു വ്യക്തിയാണെന്ന് പറയാറില്ല. അപ്പം അവനവൻ്റെ ജോലിയിൽ കർമ്മരംഗത്ത് കഴിവ് കാണിക്കുമ്പോൾ ബുദ്ധിയും, എന്നാൽ സമൂഹത്തിലും കുടുംബത്തിലുള്ള ഇടപഴകൽ നന്നാകുമ്പോൾ മനസ്സിൻ്റെ ഉടമയെന്നാണ്. ആണോ അല്ലയോ? അപ്പം അതാണ് ഭഗവാൻ പറയണത്. ഗീതയിലെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകം നിങ്ങൾ പഠിക്കണം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? 2 ക്യാരക്ടേഴ്സിന് ഇവിടെ കൊണ്ടുവരികയാണ്. ആരൊക്കെയാണ്? എത്ര യോഗേശ്വര കൃഷ്ണ, അവിടെ കൃഷ്ണനെ കൊണ്ടുവന്നു, യോഗേശ്വരനായ കൃഷ്ണൻ. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടർ. സെക്കൻഡ് ആരാണ്? എത്ര പാർത്ഥോ ധനുർധര, ധനുർധരനായ ധനുസ് ധരിച്ച പാർത്ഥൻ. ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ 2 കോമ്പിനേഷനും കൂടി ചേരുമ്പോഴാണ് ശ്രീ പ്ലസ് വിജയം. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും, മറ്റേത് വിജയവും. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല ഈ വാക്കുകൾ. എന്താണ് അർത്ഥം? ധനുർധരനായ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കഴിവിൻ്റെ പ്രതീകമാണ്. ഏതിൻ്റെ? ഒരാളിലെ കഴിവ്, ഒരാളുടെ ബുദ്ധി, ഒരാളുടെ, നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാളിലെ അക്കാഡമിക്കായിട്ടും ഒരാളുടെ പ്രൊഫഷണലായിട്ടുള്ള സ്കില്ലാണ്, എബിലിറ്റിയാണ്, ഒരാളുടെ പ്രൊഫഷണിസമാണ്, ഒരാളുടെ പെർഫോമൻസാണ്. അത് അയാളുടെ ബുദ്ധിയാണ്. അപ്പം ഞാൻ ഭാഗവതം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതെത്രമാത്രം നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ സാധ്യത, ദാറ്റ് ഈസ് മൈ ഇൻ്റലക്ച്വൽ എബിലിറ്റിയാണ്. എന്നാൽ എൻ്റെ വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ക്യാരക്ടർ ഡിഫറെൻ്റാണ്. അതെനിക്ക് തല്ലിപ്പൊളിയിട്ട് ജീവിക്കാം, കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും എങ്ങനെ വേണേൽ ജീവിക്കാം. ആണോ? എൻ്റെ സ്വാർത്ഥതയ്ക്ക് ജീവിക്കാം, എൻ്റെ അഹങ്കാരത്തിന് ജീവിക്കാം, എൻ്റെ ധാർഷ്ട്യത്തിന് ജീവിക്കാം. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ വെറും ബുദ്ധി വികസിച്ചാൽ പോരാ, എത്ര യോഗേശ്വരനായ കൃഷ്ണനും വരണം. ആര് വരണം? അപ്പം എന്താ യോഗേശ്വരനായ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ? അവിടെയാണ് മനസ്സിന് സമചിത്തതയും എന്ത് വേണം?
സമചിത്തതയും പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവും. ഇതിനെ പറഞ്ഞാൽ ഉൾക്കണ്ണ് തുറക്കണം. എന്താണ്? അപ്പോൾ നമുക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ള മനോബലം, പ്രതിസന്ധികളെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ്, അതുപോലെ സ്വയം മനസ്സിനെ ഉയർത്താനുള്ള കഴിവ്, മറ്റുള്ളവരെയും കൈപിടിച്ചുയർത്താനുള്ള വിശാലത, ഇത്രയും ക്വാളിറ്റി മനസ്സിനുണ്ടെങ്കിലാണ് ആ വ്യക്തിയുടെ ജീവിതം വിജയമാവുക. എന്താവുള്ളൂ? മറ്റത് ആ സ്കില്ല് കൊണ്ട് സമ്പത്തും ഐശ്വര്യവും വരും, പണം വരും, ഏതുണ്ടാവില്ല? വിജയമുണ്ടാവില്ല. അപ്പം വിജയം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു വ്യക്തി പ്രതിസന്ധികളെ നേരിടാനുള്ള മനോബലവും മറ്റുള്ളവരെയും കൈപിടിച്ചെടുത്താനുള്ള കഴിവും തൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ്. മനസ്സിലായില്ലേ? ഇത്തരമൊക്കെ യോഗ്യതകൾ വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം വിജയമായി മാറുന്നത്. അപ്പോൾ നമുക്ക് വിജയം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ സ്കൂളിലോ കോളേജിലോ ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ നമ്മൾ പ്രമോഷനിലോ ജയിക്കുന്നതല്ല വിജയം, ഇലക്ഷനിലോ ജയിക്കുന്നതല്ല വിജയം. വിജയം എന്ന് പറയുന്നത് ജീവിത പരീക്ഷകളിൽ, ജീവിത പരീക്ഷണങ്ങളിൽ, അഡ്വേഴ്സിറ്റിയിൽ, ജീവിതത്തിലുണ്ടാകുന്ന ചാലഞ്ചുകളിൽ അയാളെ ഉയർത്താനും മറ്റൊരാളെ തളർത്താതെ അവരെയും കൈപിടിച്ചേർന്ന് മറ്റൊരാളെ തളർത്തിയാലും താൻ തളരാതിരിക്കാനൊക്കെ ഉള്ള ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, ഒരു മെൻ്റൽ ബാലൻസിങ്ങിൻ്റെ പേരാണ് ജീവിത വിജയം. ഇതില്ലെങ്കിൽ ജീവിതത്തിൽ ഒരാളും അവർക്ക് പറയൂ വിജയിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് യോഗേശ്വര കൃഷ്ണനുണ്ടെങ്കിലേ മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ളൂ. ധനുർധരനായ പാർത്ഥനുണ്ടെങ്കിലേ ബ്രെയിൻ എബിലിറ്റി ഉള്ളൂ. ഒരാൾ എബിലിറ്റിയുടെ പ്രതീകമാണ്, മറ്റൊരാൾ സ്റ്റെബിലിറ്റിയുടെ പ്രതീകമാണ്. നമ്മളിന്ന് എബിലിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ, സ്കില്ലേ നോക്കുള്ളൂ. ഒരാളുടെ കഴിവിനെ നോക്കുന്നു, നമ്മളൊരാളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കുന്നു. നമ്മളൊരാളുടെ മൈൻഡിൻ്റെ പക്വതയെ, മെച്യൂരിറ്റിയെ, ആ മനസ്സിൻ്റെ സ്വഭാവത്തെ നമ്മളാരും അവർക്ക് പറയൂ നോക്കുന്നില്ല. അപ്പം നമ്മൾ അടുത്ത തലമുറ അങ്ങനെ ആയിരിക്കണം. അപ്പം നിങ്ങളൊക്കെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തു, പക്ഷെ അവർ കൾച്ചറൽ, അവർ മെൻ്റലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വലിയ ഡിപ്രഷനിലേക്കൊക്കെ അവർക്ക് പറയൂ പോകുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇന്നത് കൂടിക്കൂടി വരുന്നതിൻ്റെ തെളിവാണ് ആത്മഹത്യകളും കൊലപാതകങ്ങളും നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ അവർക്ക് പറയൂ കൂടി വരുന്നത്. അപ്പം എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, നാമം ജപിക്കുന്നത്, സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നതൊക്കെ എന്തിനാണ്? മനസ്സിനെ അവർക്ക് പറയൂ ഉയർത്താനാണ്. അതൊക്കെ നമ്മൾ കൈവിട്ടു. അതുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ എന്ത് വേണ്ട? ട്യൂഷൻ വേണ്ട. എന്താ വേണ്ടത്? ഇൻട്യൂഷൻ. എന്താ വേണ്ടത്? ഉൾക്കണ്ണ് തുറക്കണം. ഏത് തുറക്കണം? അതെങ്ങനെയാണ് തുറക്കുക? സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറക്കുമോ? അതിനാണ് നാമജപങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ വേണം. എന്ത് വേണം? ഉറക്കെ പറഞ്ഞ് എൻ്റെ തൊണ്ട പൊട്ടി. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടോ? എത്ര പേര് തീരുമാനിച്ചു? നാളെയും കൂടെ ഞാനത് ഉച്ചവരെ പറയുള്ളൂ, അത് കഴിഞ്ഞാൽ പറയില്ല. ഇതൊക്കെ ആര് ചെയ്യും? അവർക്ക് പറയൂ. നമുക്ക് ക്രമേണ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വൈകുന്നേരം ഒരു ദിവസം വിഷ്ണു സഹസ്രനാമമെങ്കിൽ അടുത്ത ദിവസം ഈ ഒരു സംസ്കാരം കൊണ്ടുവരാം. വേണോ വേണ്ടയോ? എത്ര പേര് ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത്? ഇത് വേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തണം. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഒരു സമൂഹ ബോധമില്ലെങ്കിൽ എന്താണ് ഇത്? പണ്ട് ഈ കാശ്മീരിൽ പണ്ഡിറ്റ്സുകൾ, ബ്രാഹ്മിൻസ്, അവർക്ക് അവിടെ ചെറിയ ചെറിയ ഇസ്ലാമികമായ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അവരോട് അന്ന് ചില സീനിയേഴ്സ് പറഞ്ഞാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഈ ഫൂളിഷ് സ്റ്റുപ്പിഡ്സ്, അവർ ബ്രാഹ്മിൻസാണ്, പക്ഷെ അവർക്ക് വേണ്ടത്ര കൾച്ചർ ഉണ്ടായില്ല. അവർ ബ്രാഹ്മിൻസ് മാത്രമേ ഉള്ളൂ. അവരൊന്നിച്ചു നിന്നില്ല. പിന്നെയല്ലേ ടെററിസം വന്ന് അങ്ങോട്ട് തലയിൽ കയറി അവരെ മുന്നിൽ വെച്ച് മകളെ ബലാത്സംഗം ചെയ്യുക, അവരെ മുന്നിൽ വെച്ചിട്ട് അച്ഛനെ വെട്ടിക്കൊല്ലുക. ഈ തരം ഹീന ക്രൂര പ്രവൃത്തികൾ. കാശ്മീർ ഫയൽസ് എന്നുള്ളൊരു മൂവി കേട്ടില്ലേ നിങ്ങൾ? കേട്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ചിലർ കണ്ടിട്ടുള്ളവരെത്ര പേരുണ്ട്? അത് വളരെ യാഥാർത്ഥ്യമാണ് അത് എടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലൊക്കെ എടുത്തിരിക്കുന്ന ഇൻഫർമേഷനെ പ്രകാരമാണ് അതെടുത്തിരിക്കുന്നത്. അപ്പം ഈ തരത്തിലുള്ള ഹീന കൃത്യങ്ങളൊക്കെ ചെയ്തപ്പോൾ വീടും കുടിയും പറമ്പും വിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട്
തെരുവീതികളിൽ അഭയം തേടേണ്ടി വന്നു. മനസ്സിലായില്ലേ? കേട്ടിട്ടില്ലേ കഥകൾ? കേട്ടിട്ടുണ്ടോ? ഡൽഹി സ്ട്രീറ്റിൽ നിങ്ങൾക്ക് കാണാം ഈ കാശ്മീർ പണ്ഡിറ്റുകളുടെ സ്ട്രീറ്റുകൾ. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ കാണാം അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ വന്ന് കൂടിയവർ. അപ്പം അന്ന് അവർക്ക് ആ കാശ്മീരിലിരിക്കുമ്പോൾ ഒരു സംഘടിത ശക്തിയായിട്ട് നിൽക്കാനൊട്ടും തോന്നിയില്ല. അപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താണ്? സമൂഹത്തെ മറന്ന് ജീവിച്ചാൽ സമൂഹം പോയിട്ട് നമ്മളിവിടെ സുഖമായിട്ടിരുന്നിട്ടും, അവർക്ക് പറയൂ, എപ്പോഴും ഒരു നല്ല സമൂഹം ഉണ്ടാവണമെങ്കിൽ ആ സമൂഹത്തെ വാർത്തെടുക്കാൻ സമയം ചെലവഴിച്ചേ പറ്റുള്ളൂ. സമൂഹത്തെ കൈവിട്ടിട്ട് നിങ്ങൾ വീട്ടിൽ സുഖമായിട്ടിരിക്കാൻ നോക്കണ്ട. നിങ്ങളൊന്നാലോചിച്ച് ചുറ്റും കള്ളും കഞ്ചാവും വേണ്ടാതീനുള്ളൊരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? പിന്നെ ആർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം അങ്ങനൊരു സമൂഹം വരാതിരിക്കണമെങ്കിൽ നേരത്തെ തന്നെ സമൂഹത്തെ ഒരു നല്ല വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി അതിനുവേണ്ടി അക്ഷീണമായി പ്രയത്നം ചെയ്യണം. നമ്മളിൽ ആ ഒരു സമൂഹബോധം വളരെ, ഉറക്കെ പറയൂ, കുറവാണ്. നമ്മളൊക്കെ വ്യക്തി താല്പര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. അതിനെ പറയാം സ്വാർത്ഥം എന്നാ പറയുക. എന്താണ്? മറ്റേതിനെന്താ പറയുക? നിസ്വാർത്ഥം എന്നാ പറയുക. എന്താണ്? അപ്പം നമ്മൾ ആ സ്വാർത്ഥം വിട്ട് കുറച്ചു നേരം അവർക്ക് പറയൂ നിസ്വാർത്ഥത്തിലേക്ക് വരണം. അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പറയൂ ഉപയോഗിക്കണം. മനസ്സിലായി? ഇപ്പം തന്നെ നോക്കൂ, ക്ഷേത്രത്തിൻ്റെ ട്രെൻഡ് മാറിപ്പോയി. ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് നിങ്ങൾ നോക്കൂ, ഉത്സവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ കലശപൂജകളോ അവിടുത്തെ ചടങ്ങുകൾക്കല്ല പ്രാധാന്യം, മേളത്തിനാ പ്രാധാന്യം. നിങ്ങൾ നോക്കൂ, കള്ളടിച്ച് ഒരു ബലൂൺ കൊണ്ടുവന്ന് മേളത്തിനനുസരിച്ച് കാണുന്നില്ല ഈ വീഡിയോസൊക്കെ. പണ്ട് ആ മേളം എന്ന് പറയുന്നത് ആ ഒരു അവിടെ നടക്കുന്ന കലശങ്ങളുടെ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ മേളത്തിൻ്റെ ഭാഗമായി കലശം മാറി. ആ ട്രെൻഡ് നോക്കൂ നിങ്ങൾ, പോകുന്നത് എങ്ങോട്ടാണെന്ന്. ശരിയാണോ ഞാൻ പറയുന്നത്? ആനയെ കൊണ്ട് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്ത് ആ ദേവൻ്റെ വരവേൽപ്പ്, ദേവിയുടെ വരവേൽപ്പാണ്. ഒരു നാടിൽ പ്രദക്ഷിണം വയ്ക്കാൻ പോവാണ്. പ്രജകളെ, തൻ്റെ ഭക്തന്മാരെ കാണാണ് ദേവൻ. ആണോ? അതിനു പകരം ആനയുടെ മുന്നിലുള്ള മേളത്തിനനുസരിച്ച് ഡുണ്ടുടുന്ന് ചാടുന്ന ഒരു കള്ളുകുടിച്ച് മാറുമ്പോൾ നാം കാണാതെ പോരുത്, നമ്മുടെ സംസ്കൃതിയിൽ ചെറിയ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കിതിലെ ദൈവീകതയല്ല വേണ്ടത്, അവർക്കതിലെ താളം മാത്രം മതി. എന്തു മതി? ആ താളക്രമത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ കലഹിക്കും. അവിടെ വെച്ച് കുത്തിക്കൊല്ലാൻ പോലും അവർക്ക് മദ്യത്തിൻ്റെയും മറ്റേ ലഹരിയിലാവൻ നിൽക്കുന്നത്. ഇതെന്തേ നമ്മുടെ ആളുകൾ കാണാതെ പോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ശരിയാണോ ഞാൻ പറയണത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ശരിയാണോ ഞാൻ പറയണത്? അപ്പോൾ ഈ ട്രെൻഡ് മാറണം. നാളെ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഇതാണ് എൻ്റെ സംസ്കാരം, ഞാനും അതിൻ്റെ കൂടെ പോയിരിക്കണം. ഇത് നാളത്തെ തലമുറകൾക്ക് തോന്നണം. വേണോ? അതിപ്പോഴേ ഉണ്ടാക്കി വെക്കണ്ടേ? വേണോ വേണ്ടയോ? അപ്പം സമൂഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നാളെ ഒറ്റപ്പെട്ടവരായി നമ്മൾ മാറും. ഈ ബോധം എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട് ഈ ബോധം? സമൂഹത്തെക്കുറിച്ചുള്ളൊരു ബോധം. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? അതിനാണ് സപ്താഹം നടത്തുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ സപ്താഹം നടത്തി ഇവിടെ എന്തോ പുണ്യം കിട്ടാൻ പോകുന്നുണ്ടെന്ന്. ഒരു പുണ്യം കിട്ടാൻ പോണില്ല. നിങ്ങളെക്കാളും സപ്താഹം നടത്തുന്ന ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു പുണ്യമല്ല ജീവിതം. നമ്മൾ പരിശീലിച്ച് നമ്മളെ തന്നെ ഉയർത്തുക, സമൂഹത്തിനെയും കൈപിടിച്ചുയർത്തുക. ഭഗവാൻ അതാ പറഞ്ഞത്, ആചരിക്കുന്നവരാണ് ശ്രേഷ്ഠന്മാർ. ആരാണ്? ഗീതയിൽ 3-ാം അധ്യായത്തിൽ 21-ാം ശ്ലോകം ഭഗവത്ഗീതയിൽ. ഇതൊക്കെ ഒന്ന് വീട്ടിൽ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് സമൂഹത്തോട് ബോധമുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. വെറും പുട്ടും കടലയും കഴിച്ച് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് സീരിയലും കണ്ടാൽ നിങ്ങളെ ചന്ദ്രനിലേക്ക് പറഞ്ഞയക്കണം. നിങ്ങളിവിടെ ജീവിക്കേണ്ടവരല്ല. എവിടെയാണ്? ചന്ദ്രനിൽ പറഞ്ഞയക്കണം. കാരണം നിങ്ങൾ അത്ര സ്വാർത്ഥന്മാരാണ്. നിങ്ങൾ സമൂഹമായിട്ട് നിങ്ങൾക്ക് യാതൊരു പറയൂ. കാരണം നിങ്ങൾ സമൂഹത്തിൽ നിന്നൊന്നും എടുക്കാൻ യോഗ്യരല്ല.
ആരോ നിങ്ങൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്നു, അവരൊക്കെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മളും ഇതൊക്കെ കഴിച്ച് എന്ത് വേണം? സമൂഹത്തോട് ബോധമുള്ളവരാണ്. എന്താ ശ്ലോകം? യദ്യതാചരതി ശ്രേഷ്ഠ എന്നാണോ? അല്ലേ? ആണോ? എന്താ ശ്ലോകം? യദ്യതാചരതി ശ്രേഷ്ഠ. ഒന്ന് ചൊല്ലു എല്ലാവരും. യദ്യതാചരതി ശ്രേഷ്ഠ. പറയൂ. എന്താ അർത്ഥം? യതൊന്ന് യാതൊന്ന് ശ്രേഷ്ഠമാണോ അതിനെ ആചരിക്കുന്നവരാണ് ശ്രേഷ്ഠന്മാർ. നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ആചരിക്കണം. ആചരിക്കണമെങ്കിൽ എന്ത് വേണം? അത് ആചരിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കണം. അപ്പം കുറച്ച് സമയം എന്തിനു വേണ്ടി ചെലവഴിക്കണം? സമൂഹത്തിൻ്റെ സമുന്നതിക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കണം. എത്ര പേരങ്ങനെ തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം ഞാൻ സമൂഹത്തിന് വേണ്ടി, എന്നിട്ടേ ഞാൻ മരിക്കുള്ളൂ? നിങ്ങൾ തീരുമാനിച്ചു നോക്കൂ. ആ ജീവിതത്തിന് എന്തൊരു മഹത്വം ഉണ്ടാവുമെന്നറിയോ? കുറച്ച് സമയം ഞാൻ സമൂഹത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഞാൻ ജീവിക്കും. അങ്ങോട്ട് തീരുമാനിച്ച് പുറത്തിറങ്ങി നോക്കൂ, ഒരു വലിയ മാറ്റം നമ്മളിലും ഉണ്ടാവും. ഉറക്കെ പറയൂ. സമൂഹത്തിലും ഉണ്ടാവും. ആരെങ്കിലും ചുക്കാൻ പിടിക്കണ്ടേ? മണി ആരെങ്കിലും കെട്ടണ്ടേ? പൂജയ്ക്ക് താനെ മണി വന്ന് വീഴില്ലല്ലോ. ആര് കെട്ടണം? നമ്മൾ തീരുമാനിക്കണം. ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ഓരോരുത്തരും പരിശ്രമിക്കുമെന്ന് വിചാരിച്ചാൽ ആ സമൂഹത്തിൽ ഉറക്കെ പറയൂ, മാറ്റങ്ങളുണ്ടാവും. മനസ്സിലാവുണ്ടോ? അല്ലാതെ സമൂഹത്തെക്കുറിച്ച് വിലപിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ സമൂഹം കഞ്ചാവാണ്, ലഹരിയാണ്, കള്ളാണ്, വൃത്തികേടാണെന്ന് പറയലല്ല. സമൂഹത്തെ മാറ്റം വരുത്താൻ വാട്ട് ഐ ക്യാൻ ഡു, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാനെന്ത് ചെയ്യണം. അല്ലാതെ സമൂഹം മോശമാണെന്ന് നിങ്ങളുടെ ആരുടെയും സ്റ്റാമ്പിങ് വേണ്ട. കാരണം അതിൽ നമുക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ചളിയിൽ പൂണ്ടുപോയൊരു കാറ് എങ്ങനെ ചളിയിൽ പൂണ്ടു എന്നുള്ളതല്ല. എന്താ വേണ്ടത്? അതൊന്ന് എങ്ങനെ ഉറക്കെ പറയൂ. ഒരിക്കലും ഇങ്ങനെ ഒരു ബസ്സിൽ ആൾക്കാർ പോവുകയാണ്. ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ ബസ് കയറി. പെട്ടെന്ന് ഡ്രൈവർക്ക് തല ചുറ്റിലെന്തോ വന്നു, ബസ് മൊത്തം വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ കൂടെ മൊത്തം നീന്തി ചെന്ന് ജനങ്ങളെയൊക്കെ കരയിലേക്കൊക്കെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് കരയിൽ. അയാൾക്ക് ആരെയോ കണ്ടില്ല. അയാൾ വീണ്ടും പോയി വെള്ളത്തിലേക്ക് ഒരൊറ്റ ചാട്ടം. അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാണ്. നാട്ടുകാരൊക്കെ കൂടെ അയാളെ വീണ്ടും തപ്പി പിടിച്ച് കൊണ്ടുവന്ന് 2 എണ്ണം കൊടുത്തിട്ട് ചോദിച്ചു, നിങ്ങളെന്ത് തോന്നിവാസാണ് ചെയ്തത്? നിങ്ങളെ രക്ഷിച്ചിട്ടും വെള്ളത്തിൽ ചാടിയിരിക്കണം. അപ്പോൾ പറയാം, ഞാൻ കണ്ടക്ടറെ നോക്കുമായിരുന്നു, ബാക്കി തരാനുണ്ടെന്ന്. കണ്ടക്ടറെ കരയിലൊന്നും കണ്ടില്ല എന്ന്. നോക്കൂ, മുങ്ങിച്ചാകുമ്പോഴും വിചാരം എന്താണ്? കണ്ടക്ടറുടെ അടുത്ത് ബാക്കി ചില്ലറ പീസ് കിട്ടാണ്ട്. എന്താ പറയുക അങ്ങനെയുള്ള ഒരാളോട്? എന്ന് പറഞ്ഞ പോലെ അത്ര സ്വാർത്ഥനായിട്ട് അവനവൻ്റെ കാര്യം നോക്കുന്ന ഒരാൾക്ക്, സമൂഹബോധമില്ലാത്ത ഒരാൾക്ക് അയാളെ നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാവില്ല. അപ്പോൾ ഒരിക്കലും സമൂഹത്തിൻ്റെ ചീത്ത കാണാനല്ല, അത് പറയാനല്ല, സമൂഹത്തിന് വേണ്ടി എനിക്കെന്ത്. അതാണ് ഈ ശ്ലോകം. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന. അവർ എന്ത് ചെയ്യണം? അത് നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ ഇതര ജന തത് അനുവർത്തതേ. മറ്റുള്ളവരെന്ത് ചെയ്യും? അതിനെ അങ്ങോട്ട് ക്രമേണ ആളുകളും അതിലേക്ക് വരാൻ തുടങ്ങും. ക്രമേണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത്? സയത് പ്രമാണം കുരുതേ ലോകസ്തതിന് വർത്തതേ. ദാറ്റ് ബിക്കംസ്, ഈ ലോകത്തിനതൊരു വെളിച്ചമായി, ഒരു മാർഗമായി, ഒരു സംസ്കാരമായി, ഒരു സമ്പ്രദായമായി അത് ഉറക്കെ പറയൂ മാറി വരും. വേണോ? ഇപ്പോൾ നമുക്ക് പഴയ ആളുകൾ ഉണ്ടാക്കി വെച്ചൊരു സമ്പ്രദായമാണ് ഈ ഭാഗവത സപ്താഹം, അല്ലേ? കാലത്ത് 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ പാരായണവും പ്രഭാഷണവുമായിട്ടുള്ളൊരു സമ്പ്രദായം പണ്ടാരോ തുടങ്ങി വെച്ചതാണ്. എനിക്ക് തോന്നുന്നു 1950s പറഞ്ഞു കേട്ടുള്ളത്. ഗുരുവായൂരിൽ പണ്ടൊരു അന്ന് പഴയ കാലത്ത് നിങ്ങൾ കാക്കശ്ശേരി എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ ഒരു കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. എന്താണ്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് അത്ര ഇങ്ങനെയൊരു സമ്പ്രദായം തുടങ്ങിയതെന്നാണ്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വായനയും പ്രഭാഷണവുമായ ഒരു ഭാഗവത ഇത് 1950s മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ നോക്കൂ, ഇന്നിപ്പോൾ എത്ര കാലമായി?
സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടത്തിൻ്റെയാണ് തുടങ്ങുന്നത് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്നൊരു സപ്താഹം. അതിനു മുമ്പ് ഇങ്ങനെ വെറും പ്രഭാഷണങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ 2025 വരുമ്പോഴും ആ സമ്പ്രദായം നിന്നിട്ടുണ്ടോ? നിലനിൽക്കുന്നില്ലേ? ഉണ്ടോ? അപ്പോൾ എത് ആചരതി തത് അനുവർത്തതേ ഇതരജന. മറ്റുള്ളവരെന്ത് ചെയ്യും? അതിനെ അങ്ങോട്ട് അനുവർത്തിച്ചുകൊള്ളും. അപ്പം നമ്മളും ക്ഷേത്രങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? സമൂഹ പ്രാർത്ഥനയല്ല, ജപസംസ്കാരം. എന്താണ്? സമൂഹ ജപസംസ്കാരം കൊണ്ടുവരണം. ജപയജ്ഞം അതിന് പറയാം. എന്താണ്? വിഷ്ണുനാമ സഹസ്രനാമ ജപയജ്ഞം. നമുക്ക് പ്രാർത്ഥനയില്ല, നമുക്കെന്തേ ഉള്ളൂ? ജപിക്കുക. ഇതാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. വേണ്ടതല്ലേ? മനസ്സിലാവുണ്ടല്ലോ? നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ രുക്മിണീ ദേവിയുടെ മറുപടി പറയാൻ പോകുമ്പോഴാണ് ഞാനിതൊക്കെ പറഞ്ഞത് അല്ലേ? രുക്മിണീ ദേവി എന്ത് മറുപടിയാണ് പറഞ്ഞത് നോക്കാം. നന്വേവമേതരവിന്ദവിലോചനാ യദ്വൈപവൻ ഭഗവതോ അസദൃശ്യേ വിപുംനാം കൊസ്സേ മഹിമ്യഭിരതോ ഭഗവൻ ത്രദീശ ക്വാഹം ഗുണപ്രകൃതി അജ്ഞഗൃഹീതപാദം സത്യം വയാദിവ ഗുണേഭ്യ ഉരുക്രമാന്തം ശ്വേതേ സമുദ്രവുപലംബനമാത്ര ആത്മാ നിത്യം കതീന്ദ്രിയകണൈ കൃതവിഗ്രഹസ്ത്വം ത്വൽസേവകൈ നപപദം വിദുതം തമുന്ദം ത്വൽപാദപത്മമകരന്ദജുഷാം മുനീനം വർമാസ്ഫുടം നൃപശുഭിൻ നന്ദുർവിഭാവ്യം യസ്മാതലൗകിക മിവേഹിതമീശ്വരസ്യ ഭൂമൻ തവേഹിതമധോ അനുയേ ഭവന്തം നിഷ്കിഞ്ചനോനനുഭവന്ന യദോസ്തി കിഞ്ചിൽ യസ്മൈ ബലിം ബലിഭുജോപി അരന്തജാദ്യ നത്വാവിദന്ത്യ സുതുബോന്ധമാഢ്യതാന്ത പ്രേഷ്ടോ ഭവൻ ബലിഭുജാമപി തേ വിതുഭ്യം ത്വം വൈ സമസ്തപുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ചയാ സുമതയോ വിസജന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജം പുംസസ്ത്രീയാശ്ച രഥയോ സുഖദുഃഖിനുർന്ന തുടങ്ങിയ വരികൾ സമയം അനുവദിക്കില്ലേ മുഴുവൻ വായിച്ചാൽ പോകും സമയം. അപ്പം എത്ര മനോഹരമാണ് ആ വരികളൊക്കെ നോക്കും നിങ്ങൾ. ആദ്യം തന്നെ ദേവി പറയണത് നനു ഏവ, അവിടുന്ന് പറഞ്ഞത് 100% ശരിയാണ്. എന്താണ്? അസദൃശ്യേ വിഭൂമ്ന. വളരെ ശ്രദ്ധിക്കും നിങ്ങൾ 101 തവണ നിങ്ങൾ എന്താ പറയുക ജാതകം നോക്കിയാലും ഒരാളെയും നമുക്ക് 100% യോജിപ്പിക്കാൻ ചേർക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ജാതകം എന്നതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ജാതകം നോക്കിക്കൊണ്ടല്ല കല്യാണം കഴിപ്പിക്കേണ്ടത്. അതൊരു ഫൂളിഷ്നെസ്സാണ്. നിങ്ങളുടെ ഒരു തെറ്റായ ഒരു ധാരണ മാത്രമാണത്. മനസ്സിലായില്ലേ? അത് മനുഷ്യൻ തെറ്റായ ഒരു ബോധമുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ജാതകമാണ് എല്ലാം. അത് ഒരു വിഡ്ഢിത്തമാണ്. 101% വിഡ്ഢിത്തമാണ് ജാതകം. അങ്ങനെയാണെന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ജാതകം നോക്കിയിട്ടാണോ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലോകത്തിലിപ്പോൾ കേരളമാണ് ബേസിക്കലി ജാതകം നോക്കുന്നത്. ഇപ്പോഴത്തെ അതും പോയി. ഉണ്ടോ? ഇപ്പോൾ നല്ലൊരു ശതമാനം പിള്ളേരൊന്നും ജാതകം നോക്കാൻ തന്നെ സമ്മതിക്കില്ല. ഉണ്ടോ? അപ്പോൾ എവിടെയാണ് ജാതകത്തിന് പ്രസക്തിയുള്ളത്? ജാതകം ഇല്ലെങ്കിലും കുടുംബജീവിതം നടക്കും. ഞാൻ ജാതകത്തിനെതിര് പറയില്ല. കാരണം അതൊക്കെ ഒരു കുടുംബത്തിൽ ഗൃഹനാഥന്മാർ പറയുന്നത് കേൾക്കുന്ന കാലഘട്ടത്തിൽ അതിനൊക്കെ പ്രസക്തിയില്ല. മനുഷ്യൻ എന്ന് സ്വതന്ത്രനായി ചിന്തിക്കുന്നു അന്ന് ജാതകത്തിന് പറയൂ പ്രസക്തിയില്ല. അപ്പം ഇനി വ്യക്തിയാണ് നേരെയാക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ ദേവി പറയണ ആർക്കും മറ്റൊരാളോട് 100% ഒരു യോജിപ്പും ഉണ്ടാവില്ല. കാരണം എന്താണ്? സ്വാർത്ഥതയിലാണ് ജീവിതം നിൽക്കുന്നത്. ഏതിൽ? എന്താ സ്വാർത്ഥത? അവനവൻ്റെ സുഖം, അവനവൻ്റെ ഇഷ്ടം, അവനവൻ്റെ താല്പര്യങ്ങൾ. ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ഇതി എന്നാണ്. നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കുറേ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെ വെറുപ്പിക്കുന്നു, നിങ്ങളെ വേദനിപ്പിക്കുന്നു, നിങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹം ഉണ്ടാവുമോ? അവർക്ക് പറയൂ ഇല്ല. അപ്പം നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് അവനവൻ്റെ കാര്യങ്ങൾ മറ്റൊരാൾ
ചെയ്തു തരുന്നത് കൊണ്ടും കുറേ പരിഗണിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റൊരാളോട് അവർക്ക് പറയൂ സ്നേഹമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ സ്നേഹിച്ച ഒരാൾ മരിച്ചു പോയാലും നമ്മൾ ജീവിക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? ചില സമയത്ത് ചില സ്ത്രീകളൊക്കെ പറയും, ഞാനൊന്ന് മരിച്ചു നോക്കണം എന്നാലേ നിങ്ങൾക്ക് അറിയുള്ളൂ എൻ്റെ വില എന്ന്. ഇപ്പം നിങ്ങൾക്ക് എന്നെ ഒരു വിലയില്ല മനുഷ്യ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താ എൻ്റെ വില എന്ന്. അന്ന് നിങ്ങൾ കഷ്ടപ്പെടുന്നു പറയുന്ന സ്ത്രീകളില്ലേ? ഒന്നും മിണ്ടാത്തത് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഭർത്താവും പറയും, നീ മരിച്ചാലും ഞാൻ സുന്ദരായിട്ട് ജീവിക്കും. അതെങ്ങനെ ജീവിക്കുന്നത്? അല്ല, ഞാൻ മരിച്ചാൽ നീ എങ്ങനെ ജീവിക്കുകയാണ്? അപ്പം പറഞ്ഞു, ഞാൻ നിങ്ങൾ മരിച്ചാൽ ഞാൻ എൻ്റെ അനിയത്തിയുടെ കൂടെ പോയി ജീവിക്കുന്നത്. ആരുടെ കൂടെ? അപ്പം ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, നീ മരിച്ചാൽ ഞാനും അത് തന്നെ ചെയ്യാന്ന്. അതാണ് മനുഷ്യൻ്റെ ഉള്ളിൽ സ്വാർത്ഥതയ്ക്ക് യാതൊരു കുറവുമില്ല. അവനവൻ്റെ സുഖവും അവനവൻ്റെ സന്തോഷവും അവനവൻ്റെ തൃപ്തിക്കും വേണ്ടി ജീവിക്കും. സോ വെൻ ഇൻഡിവിജ്വാലിറ്റി ഈസ് സോ ഡോമിനേറ്റിംഗ്, ഹൗ യു ക്യാൻ കണക്ട്? ഒരിക്കലും സാധ്യമല്ല. അത് ഇന്നാണെങ്കിൽ എഡ്യൂക്കേഷനും സമ്പത്തും കൂടെ വന്നോട് ആ സ്വാർത്ഥതയും ഞാനെന്ന ഭാവവും അവർക്ക് പറയൂ കൂടി വരികയാണ്. അപ്പം ദേവി പറഞ്ഞു നോക്കൂ, അസദൃശീ വിപുംന. അസദൃശി പറഞ്ഞാൽ ഒന്നും ഇവിടെ സദൃശമല്ല, യോജിക്കുന്നതല്ല. ഒന്നും പൂർണ്ണമായി യോജിപ്പിക്കാൻ ഉറക്കെ പറയൂ സാധ്യമല്ല. യോജിപ്പിക്കാൻ പറ്റാത്തതാണ് ബന്ധം എന്നാദ്യമേ അറിയണം. എന്താണ്? ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റാത്തതാണ് ബന്ധം. ആണോ അല്ലയോ? ആണോ? സത്യത്തിൽ അതല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? യോജിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അത് ചിലർക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്ത്? എന്നെ സ്നേഹിക്കുന്നുണ്ട് മറ്റാൾ, വാസ്തവം വേറൊന്നായിരിക്കാം എന്താണെന്നുള്ളത്. ഒരിക്കലൊരു കമ്പനിയിൽ ഒരു ആൾക്ക് അവിടെ കമ്പനിയിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ വരുമ്പോൾ ആ മനുഷ്യൻ വളരെ കൂളായിട്ട് അതൊക്കെ ഇങ്ങനെ കാണും. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട്. കിടങ്ങൂരുകാരനാണ്. ഈ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കണം. ഇപ്പം നിങ്ങൾ സോപ്പിട്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ കിടങ്ങൂരുകാരനായ ഒരാൾ ടെൻഷനാണ്. അയാളുടെ ഓഫീസിൽ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ആൾ വളരെ കൂളായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ MD ചോദിച്ചു, സാറേ നിങ്ങളെങ്ങനെ കൂളായിട്ടെല്ലാം കാണുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിഷമങ്ങളില്ലാത്തതുകൊണ്ടല്ല, ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, ചിലപ്പോൾ ഭയങ്കര ടെൻഷൻ തലയിൽ കയറും. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ എൻ്റെ വാലറ്റ് പേഴ്സ് തുറന്ന് ഞാൻ അതിലേക്ക് നോക്കുന്നു. അപ്പോൾ ഈ MD വിചാരിച്ചു സുബ്രഹ്മണ്യ സ്വാമി ആയിരിക്കുന്നു. കാരണം കിടങ്ങൂറുകാർക്ക് സുബ്രഹ്മണ്യനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഉള്ളിൽ ആരെ വെച്ചിട്ടുണ്ടാവണം? സുബ്രഹ്മണ്യനെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന്. അദ്ദേഹം കാണിച്ചു കൊടുത്തപ്പോൾ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ആണ്, ഒരു സ്ത്രീയുടെ ഫോട്ടോ ആണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, MD ചോദിച്ചു, ഇത് ആരുടെ ഫോട്ടോ ആണ്? അല്ല, ഇതെൻ്റെ ഭാര്യയാണ് സാർ എന്നാണ്. വേറെ ഒന്നും നിങ്ങൾ വൃത്തികേട് ചിന്തിക്കേണ്ട, ഇതെൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ MD അറിയാതെ തൊഴുതു. ആ ഭാര്യയുടെ ഒരു ഭാഗ്യം. ഈ മനുഷ്യൻ എന്ത് ടെൻഷൻ വരുമ്പോഴും ആ ഭാര്യയുടെ പുഞ്ചിരിച്ച മുഖം കാണുന്നതോടുകൂടി ടെൻഷൻ പോകുന്നു. ആ ഭാര്യ ഒന്ന് കാണണം വാസ്തവത്തിൽ. കാരണം അങ്ങനെ ഒരു അനുഗ്രഹീതയായൊരു ഭാര്യ ഇരിക്കണമല്ലോ. അത് ഈ MD എന്ത് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഭാര്യയുടെ നമ്പർ മേടിച്ചിട്ട് ഒരു, മാഡം ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ഭർത്താവിന് എന്ത് ടെൻഷൻ വന്നാലും ആ മനുഷ്യൻ പേഴ്സെടുത്ത് ആ ഫോട്ടോയിൽ നോക്കി അത് ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ശക്തിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം തന്നെ ഭാര്യയ്ക്ക് മനസ്സിലായി കണക്ക് തന്നെയാണ്. കാരണം ഭാര്യയ്ക്ക് അത്ര ഉറപ്പില്ല ഇയാളുടെ കാര്യത്തിൽ. ഭാര്യ രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ്, ഇയാൾ വീട്ടിൽ വരട്ടെ എന്നിട്ട് നോക്കണം, ഒരു ഉറപ്പ് വരുത്തണം ആരുടെ ഫോട്ടോ ആണോ എന്നുള്ളത്. ഇയാൾ വീട്ടിലെത്തി. ഭാര്യ സാധാരണ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പ്രാവശ്യം ചായയൊന്നുമില്ല, ആദ്യം പേഴ്സ് എടുക്കുന്ന അതെടുത്തിട്ട് മതി ബാക്കി പരിപാടി. പാവം മനുഷ്യൻ പേഴ്സൊക്കെ എടുത്ത് കൊടുത്തു. അത് തുറന്നു നോക്കിയപ്പോഴാണ് ഭാര്യ ഞെട്ടിയത്. ഇത്രയും സ്നേഹം എന്നോടുണ്ടല്ലേ എന്ന്. ഭാര്യ എന്നാ കാണുന്നത് തൻ്റെ ഫോട്ടോ അയാളുടെ പേഴ്സിലൊക്കെ വെച്ച് നടക്കേണ്ടതെന്ന്. ഭാര്യ ശരിക്കും പറഞ്ഞ ആ ഭർത്താവിന് അത്ര ഒരു ബഹുമാനത്തോടെ കൈകൂപ്പിയപ്പം ഭർത്താവ് പറഞ്ഞു, നീ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ എൻ്റെ മനസ്സ് പറയും, ഈ ഒരു പ്രശ്നം നിനക്ക് കൈകാര്യം ചെയ്യാമെങ്കിൽ പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ്.
ഭാര്യ കിടങ്ങൂരുകാരിയായിരുന്നില്ലേ, അതും പറഞ്ഞേക്കാം. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളുടെ മനസ്സും മറ്റൊരാളുടെ മനസ്സും തമ്മിൽ 100% ചേർച്ചയില്ല. ഉണ്ടോ? നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ ചേർന്ന് പോകുന്നുള്ളത്? ഇല്ല, ആരും ചേരില്ല. പിന്നെന്താണ്? ഒരു തരം അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു തരം വണ്ടി അങ്ങനെ തട്ടിയും മുട്ടിയും പോകും. അതാണ് ഒരു മകൻ അച്ഛനോട് ചോദിച്ചത്, അച്ഛാ ഈ കല്യാണ ജീവിതം ശരിക്കും സുഖമാണോ എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, ഇല്ല മോനെ, അത് KSRTC പോലെയാണെന്ന്. അതെന്താ അച്ഛാന്ന്? അത് നഷ്ടത്തിലായാലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം KSRTC ഇതുവരെ ലാഭത്തിലായില്ല. അതിങ്ങനെ നഷ്ടത്തിലാണെങ്കിലും ചറാപറ ഓടിക്കൊണ്ടേയിരിക്കും എന്നതുപോലെയാണ് കുടുംബജീവിതം. ലാഭമാണോ നഷ്ടമാണോ നോക്കണ്ട, അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പോരെ? അപ്പം അത് എങ്ങനെയാണത് അതിനെ നമ്മൾ ചേർക്കേണ്ടത്? ഈ അഡ്ജസ്റ്റ്മെൻ്റ് എവിടെയാണ്? അതാണ് ദേവി പറയണത് ഭഗവാനോട്. അതിനെന്ത് വേണം? ഭഗവാനെ ത്വൽപാദപത്മ മകരന്ദജുഷാം മുനീനം വർമാസ്ഫുടം നൃപശുഭിർ നന്നു ദുർവിഭാവ്യം യസ്മാദലൗകിക വിവേഹിതമീശ്വരസ്യ ഭൂമന്തവേഹിതമതോ അനുയേപവന്തം. അവിടെയാണ് നമുക്ക് ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ചില അനുഷ്ഠാനങ്ങളിലൂടെ മനുഷ്യൻ മനോബലം നേടണം. എന്ത് വേണം? സ്വാർത്ഥതയും അഹങ്കാരവും ഒന്നും പെട്ടെന്ന് ഒരാൾക്കും മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അത് കാലം കൊണ്ട് നമ്മളിൽ നിന്നും മാറണം. പെട്ടെന്ന് നിങ്ങൾ പറയുകയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, ഒരാളോട് സഹകരിക്കണം, അതൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം അവനവൻ്റെ അഹങ്കാരം വിട്ടുവീഴ്ച ചെയ്യാൻ പലരും ഉറക്കെ പറയൂ തയ്യാറാവില്ല. ഇനി വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ അതൊക്കെ ഒരു ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കലായിരിക്കും. ഏച്ചുകൂട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ ഇരിക്കും. ഉള്ളിൻ്റെ ഉള്ളിലൊരു ബന്ധമില്ലായ്മയും പുറമേക്ക് കാണുമ്പോൾ ഒരു ബന്ധം യോജിപ്പിച്ച് വെച്ചതുപോലെ ഏച്ചുകൂട്ടിക്കൊണ്ട് നടക്കാറില്ലേ? നമ്മൾ പറയും ഏച്ചു കൂട്ടിയാൽ മുഴയ്ക്കെന്ന് പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഹൃദയമില്ലാത്ത ബന്ധങ്ങളാണ്. അപ്പം അതിനെന്ത് വേണം? അതിനാണ് 4 വാക്കുകൾ നിങ്ങൾ കുട്ടികളോട് പറയണം. ഇത് വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ പറയും. എന്താണ് ഇത്? നമ്മുടെ ഹിന്ദു സമൂഹത്തിലുണ്ടാവണം. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. പ്രേമം എന്നുള്ള വാക്ക് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. അത് പലപ്പോഴും നമ്മൾ ലൗകികതയിൽ കാണുന്ന വാക്കാണ്. ഏത്? ആണും പെണ്ണും തമ്മിൽ പ്രേമം. ശരിക്കും പ്രേമം എന്നുള്ളത് ആണും പെണ്ണും തമ്മിലുള്ളതല്ല. അത് പ്രേമം എന്നതിന് ഭക്തി എന്നാണ് അർത്ഥം. നിങ്ങൾ രാമായണത്തിൽ കാണും, പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ. ഇത് ശ്രീരാമസ്വാമി ശബരിയോട് പറയുന്ന വാക്കുകളാണ്. പ്രേമലക്ഷണമായ ഭക്തി. നാരദ മഹർഷി പ്രേമത്തെ നിർവചിച്ചത് ഭക്തി തു പ്രേമം എന്നാണ്. ഭക്തി എന്ന് പറയുന്നതാണ് പ്രേമം. പ്രേമം എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കൂ. എന്തുകൊണ്ടാണ് ലൗകികത പ്രേമല്ല എന്ന് പറയുന്നത്? പ്രേമം എന്നതിന് പ്രേമം ഒന്ന് പറയെല്ലാവരും. അത് സംസ്കൃത വാക്കാണ്. പ്രമ 2 അക്ഷരങ്ങളാണ്. ഏതൊക്കെയാണ്? പ്ര എന്നുള്ളതിന് പ്രകർഷേണ, അതായത് പൂർണ്ണമായി. മാ എന്നതിന് മീളനം എന്നാണ്, സമ്മേളനം എന്നാണ്. എന്ന് പറഞ്ഞാൽ മനസ്സിനെ പൂർണ്ണമായി ലയിപ്പിക്കുക എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? നമുക്ക് മറ്റൊരാളിൽ പൂർണ്ണമായും മനസ്സിനെ ലയിപ്പിക്കാൻ സാധ്യമല്ല. അതിൻ്റെ പേര് കാമം എന്നാണ്. കുറച്ച് നേരത്തെ ലയിക്കുന്നതിന് എന്താ പറയുക? അപ്പം കാമത്തെയാണ് പലരും എന്തായി കാണുക? പ്രേമമായി കാണുക. എന്നാൽ ഒരു അനുഷ്ഠാനത്തിൽ നമുക്ക് മനസ്സിനെ ക്രമേണ എന്തു ചെയ്യാൻ പറ്റും? അതിൽ മുഴുകി അതിൽ അലിഞ്ഞു ചേരാൻ ഉറക്കെ പറയൂ സാധിക്കും. നിങ്ങൾ ഡെയിലി അനുഷ്ഠാനം കൊണ്ട് നടക്കുമ്പോൾ മനസ്സിൻ്റെ ആ ലയത്തിൻ്റെ തീവ്രതയും കൂടും. അതുകൊണ്ടല്ലേ നാരായണ ഗുരുദേവനൊക്കെ എഴുതിയത് ആഴണം വാഴണം നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ വാഴണം വാഴണം സുഖം എന്നൊക്കെ എഴുതിയത്. ഭട്ടതിരിപ്പാട് അതല്ലേ എഴുതിയത്? യോഗീന്ദ്രാണം ത്വതങ്കേഷ്വധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷ ദ്യുതരുകിസലയം നാദത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ
കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി എന്നൊക്കെ ആ പരമാനന്ദ സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ മനസ്സ് അത്രയും പാദമൂലത്തിലേക്ക് ലയിക്കണം, അനുഷ്ഠാനത്തിലേക്ക്. അവർക്ക് പറയൂ. അപ്പം കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ ഒരു അനുഷ്ഠാനശീലം കൊണ്ടുവരുമ്പോൾ എന്തുണ്ടായി? ഒരു അക്കൊമഡേറ്റ് ചെയ്യാനുള്ള, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു വിശാലത അവരുടെ ഉള്ളിൽ അവർക്ക് പറയൂ ഉണ്ടാവും. അതിൻ്റെ പേരാണ് ഒരു സ്പിരിച്വൽ, ആത്മീയമായ ഒരു വൈബ്, ഒരു കണക്ഷൻ. ഏതുണ്ടാക്കണം? ഒരു ആത്മീയമായൊരു കണക്ഷൻ. അപ്പോൾ നോക്കൂ, നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഇരിക്കണം. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നതിന് കാരണം ഒരു ആത്മീയമായൊരു വൈബ് ക്രിയേറ്റ് ചെയ്യണം, ഒരു കണക്ഷൻ ഉണ്ടാക്കണം. നിങ്ങൾ എവിടെ നോക്കിയോ വന്നവരാണ്, ഞാൻ എവിടെ നിന്നോ വന്നവരാണ്, ആണോ? പക്ഷേ നമ്മൾ ഇത്രയും നേരം, ഇത്രയും ദിവസം കൂടിയിരിക്കുന്നതിൻ്റെ കാരണം ഒരു ആത്മീയമായ ഒരു വൈബ്രേഷനാണ്, ആണോ അല്ലയോ? അപ്പം വീടുകളിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അതുണ്ടെങ്കിൽ ഒരു കുറേയും കൂടി ക്ലോസ്നെസ്, ഒരു ബന്ധമുണ്ടാകുമോ ഇല്ലയോ? ഉറക്കെ പറയൂ. അപ്പം അതുകൊണ്ട് ഡെയിലി കാലത്തെണീറ്റ് ഒരു നാമജപ സംസ്കാരം കുട്ടികളിൽ കൊണ്ടുവന്നാൽ അവരുടെ ഇടയിലുള്ള സ്വരച്ചേർച്ചകളുടെ തീവ്രത, ഉറക്കെ പറയൂ, കുറയും. മനസ്സിലാവുണ്ടല്ലോ. വെറും വിദ്യാഭ്യാസം മാത്രമായാലും എന്തായി? എൻ്റെ കാലിൽ എനിക്ക് നിൽക്കാം, എൻ്റെ കയ്യിൽ എനിക്ക് ജീവിക്കാനുള്ള വകയുണ്ട്, ഞാനെന്തിനാ നിൻ്റെ അടിമയാവുന്നത്? നീ ആരാണ്? എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം, നീ ആരാ എന്നെ പഠിപ്പിക്കും? ഈ തരത്തിലുള്ള ഒരു ധാർഷ്ട്യം, പിടിവാശി, എടുത്തുചാട്ടം, ഇതെല്ലാം ഉറക്കെ പറയൂ കൂടി വന്ന് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ് നടക്കാൻ പോണത്? ഈ പൊട്ടവാശി കാണിക്കുന്നവരോട് വേറെ ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഉറക്കെ പറയൂ നിങ്ങൾ. അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അവിടെ വെറുപ്പും അകൽച്ചയുമാണ് ഇവർ, ആണോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇതാണ് നമ്മൾ കുട്ടികളിൽ വെറും അക്കാഡമിക് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ധാർഷ്ട്യം, വാശി, എടുത്തുചാട്ടം, ഞാനെന്നൊരു ഭാവം, എനിക്കെന്തും സാധിക്കുമെന്നുള്ളൊരു അവരുടെ കയ്യിലുള്ള കുറച്ച് പൈസയുടെ ഒരു അഹങ്കാരം, ആണോ അല്ലയോ? ഇതൊക്കെ ഇന്ന് വളരെ കൂടി വരികയാണ്. ശരിയാണോ ഞാൻ പറയണത്? ഇതിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ എന്തേ വഴിയുള്ളൂ? ഒരു കൃത്യമായ പ്രേമം എന്ന് പറഞ്ഞാൽ നാമജപത്തിലുള്ള ലയം. എന്താണ്? അതിനാണ് വിഷ്ണു സഹസ്രനാമവും, അവർക്ക് പറയൂ, ലളിതാ സഹസ്രനാമ ജപമൊക്കെ നമ്മുടെ കുട്ടികളിൽ കൊണ്ടുവരണം. അതിപ്പോൾ തീർത്തും കൊണ്ടുവരണം. കാരണം നിങ്ങളൊരു വലിയൊരു സമ്പ്രദായം തെറ്റിച്ചു. ഒരു വൈകുന്നേരങ്ങളിലുള്ള നാമജപ സംസ്കാരം പണ്ട് മുത്തശ്ശിമാരൊക്കെ നമുക്ക് തന്നിരുന്നു. അത് ചെയ്യും തന്നെ ഇല്ലാതെ ഇപ്പം, ആണോ? ആ ട്യൂഷൻ ഇപ്പോൾ ഒരു ട്യൂഷൻ എന്നൊരു കാര്യം അതെല്ലാം ഏറ്റെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ നാമജപത്തിലേക്ക് നമ്മുടെ കുട്ടികളെ അവർക്ക് പറയൂ കൊണ്ടുവരണം. തോറ്റാലും കുഴപ്പമില്ല, നാമജപം കമ്പൽസറിയാണ്. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാനിങ്ങനെ ഒരു എക്സാഗ്രേറ്റ് ചെയ്ത് പറയരുത്. ഞാൻ ഈ ഭാഗവതം പറയാൻ കാരണം എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റായിരുന്നു ഭാഗവതത്തിൽ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഭാഗവതം വായിക്കണം വീട്ടിൽ. പരീക്ഷ എഴുതിയാലും ശരി, എഴുതിയില്ലെങ്കിൽ ശരി, ഭാഗവതം വായിക്കണം. നോ കോംപ്രമൈസ് ഓൺ ദാറ്റ്. അപ്പം അന്നൊക്കെ ഞാൻ ഇങ്ങനെ വെറുത്ത് വായിക്കിയിരുന്നത്. കാരണം എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നത്. ഞാൻ അന്നൊക്കെ നല്ല നോവലുകളും മറ്റേ ബാലരമയും പൂമ്പാറ്റിയും ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ ധാരാളം വളരെ രസകരമായിട്ടുള്ള ബുക്കുകളൊക്കെ ഉള്ളൊരു കഥാബുക്കുകളും നോവലുകളൊക്കെ ഉള്ള കാലത്താണ് ഈ ഭാഗവതത്തിന് എന്ത് താല്പര്യം. പക്ഷേ ഞാൻ ഇന്നിതൊക്കെ നോക്കാതെ പറയുന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഒരു ബീജമാണത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ ജനിക്കുമ്പോഴേ ഭാഗവതമായിട്ടാണ് വന്നതെന്ന്. സോൾ ട്രെയിനിങ് ആണ്, ചെറുപ്പത്തിൽ കിട്ടുന്ന അതാണ്. അങ്ങനെയൊരു അച്ഛനമ്മമാരെ കിട്ടുന്നത് ഒരു ഗുരുത്വമാണത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പറയണു, നിങ്ങൾ കുട്ടികളെ ഇക്കാര്യത്തിൽ ഉപദേശിക്കരുത്. നമുക്ക് ഉപദേശമില്ല, നിർദ്ദേശമേ ഉള്ളൂ. എന്താണ്? നിർദ്ദേശവും പരിശീലനം. ഇത്തിരി കർക്കശത വേണം, ഇത്തിരി നിർബന്ധം വേണം. കാരണം കുട്ടികൾക്കതിൻ്റെ ശരിയും തെറ്റും അറിയാത്തത് കൊണ്ട്. വേണ്ടയോ? അപ്പം അതുകൊണ്ട് പ്രേമം എന്താണ്? അവർക്ക് പറയൂ. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമത്തിലുള്ള ലയം. എന്താണ്? ഉള്ള ലയം. നാമജപം ഇല്ലാത്ത പരിപാടിയില്ല. അപ്പം ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിനായിരിക്കണം?
നാമജപത്തിന്. ആണോ അല്ലയോ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി, മകൻ കല്യാണം കഴിച്ചു കൊണ്ടത് പെൺകുട്ടി, അവൾ കാലത്തെണീക്കണോ, കുളിക്കണോ, അവൾ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് നാമം ചൊല്ലുന്നു, വിഷ്ണു സഹസ്രനാമം, അടുക്കളയിൽ കയറുന്നു ഒക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായിട്ട് മകൻ വഴക്കുകൂടി ബഹളം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ആരോ കൂടെ നിൽക്കും? ആരോ കൂടെ നിൽക്കും? ആ മകൻ്റെ കൂടെ നിൽക്കുമോ, അവളുടെ കൂടെ നിൽക്കുമോ? മകളുടെ കൂടെ. ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുമോ? നിൽക്കും. നേരെ മറിച്ച് ഒരു പെൺകുട്ടി വരുന്നു, അവൾ രാവിലെ 7 മണി വരെ കടന്നുറങ്ങണോ, ആ ഒരു കാളിയല്ലേ, കരിങ്കാളിയല്ലേ എന്നുള്ള രൂപത്തിൽ അവൾ നേരെ അടുക്കളയിൽ കയറണു, ഉള്ള മുടി പോലും കെട്ടിയിടാതെ ഉള്ള മുടിയൊക്കെ വീഴ്ത്തി നിങ്ങൾ എന്നിട്ട് ഉണ്ടാക്കി വെച്ചൊക്കെ എടുത്ത് കഴിച്ച് അവൾ പാക്ക് ചെയ്ത് കുളിയും കഴിഞ്ഞ് കൊണ്ടുപോകണു. വൈകുന്നേരം ഇതുപോലെ കുറേ തോണ്ടിയിരുന്ന് പിന്നെ സീരിയലും കണ്ട് അവൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണു. മകൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തോണ്ടി പുറത്താക്കൂ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അതൊരു മരുമകളായിട്ട് തോന്നുമോ, അതൊരു എരുമയായിട്ട് തോന്നുമോ നിങ്ങൾക്ക്? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ? അതിനോട് യോജിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റുമോ? പറയൂ. ആ സംസ്കാരത്തോട് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്നിപ്പോൾ ആ സംസ്കാരത്തിലാണ് കുട്ടികൾ വളരുന്നത്. അവർ രാവിലെ കുളി എന്നുള്ളതില്ല, രാവിലെ ഒരു ജപം എന്നുള്ളതില്ല. ഉണ്ടോ? അവർ ഒരു വേറെ ലോകത്തിൽ അവർ ജീവിതം ആയിക്കഴിഞ്ഞു. എന്ത് ജീവിതം നോക്കൂ. അടുത്ത തലമുറ എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇതിങ്ങനെ പോയാൽ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നറിയോ? ഒരു വഴിതെറ്റിയ സമൂഹവും പുറത്തിറങ്ങാൻ വയ്യാത്ത മനുഷ്യരുമായിട്ട് മാറും. ആണോ? സമൂഹം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സുഖമായി ജീവിക്കാൻ ആർക്കും, അവർക്ക് പറയൂ, സാധ്യമല്ല. അപ്പം അതുകൊണ്ടൊരു സമൂഹം വഴിതെറ്റി പോവാതിരിക്കാൻ നമുക്ക് ഉത്തരവാദിത്വം. ഇപ്പം തന്നെ സമൂഹം മാറി. ഉണ്ടോ? ചില ഇടവഴികളിലൂടെയും ചില സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാൻ അത്ര ഒരു ധൈര്യം പോരപ്പം. ആണോ? കാരണം കഞ്ചാവും വേണ്ടാധീനങ്ങളൊക്കെ കൂടിയിട്ടുണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. പഴയ കാലമല്ല, ഇപ്പം തന്നെ മാറിക്കഴിഞ്ഞു. അത് പല സ്ഥലങ്ങളും സുരക്ഷിതമല്ലാതെയും മാറിക്കഴിഞ്ഞു. അപ്പം അത് നമ്മുടെയൊക്കെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടായതാണ്. അതിൽ ഹിന്ദുക്കൾക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ വെച്ചാൽ ഹിന്ദുക്കൾ വളരെ സ്വാർത്ഥനിഷ്ഠരായിപ്പോയി. ആരാണ്? അവനവൻ്റെ കാര്യത്തിന് അമ്പലത്തിൽ പോവും, അവനവന് വഴിപാട് ചെയ്യും. അല്ലാതെ ഒരു സമൂഹം നന്നാവണം, സമൂഹത്തിന് ഐക്യം വേണം, സമൂഹത്തിന് ഉയർച്ച വേണം, സമൂഹ ഭദ്രത വേണമെന്നും നമ്മളാരും, ഉറക്കെ പറയൂ, ചിന്തിച്ചിട്ടേ ഇല്ല. ഉണ്ടോ? ഉറക്കെ പറയൂ, ഇല്ല. ഒരു മാറ്റം ഉണ്ടാക്കണ്ടേ? വേണോ വേണ്ടയോ? വേണം. അപ്പോൾ ഇതിന് പറയും പ്രേമം എന്ന് പറയും. എന്താണ്? ഇനി രണ്ടാമത്തത് എന്താണ്? മൈത്രി പറയും. എന്താണ്? മൈത്രി. മൈത്രി എന്ന് പറഞ്ഞാൽ സഹകരണം എന്നാണ്. അപ്പം നല്ല കാര്യങ്ങളിൽ മറ്റുള്ളവരെയും സഹകരിപ്പിക്കുമ്പോൾ അവരിൽ ആ തരത്തിലുള്ളൊരു പോസിറ്റീവായൊരു എനർജി വരും. എന്ത് വരും? നല്ല കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരെയും സഹകരിപ്പിക്കുക. അപ്പോൾ ഒരു പെൺകുട്ടി എങ്ങനെ ചെയ്യുന്നു? ഭർത്താവിനെയും അതിലേക്കൊക്കെ പ്രേരിപ്പിക്കുമ്പോൾ ക്രമേണ ആ മനുഷ്യനും ആ പെൺകുട്ടിയോടൊരു ബഹുമാനം വരും. സ്നേഹമല്ല, ബഹുമാനം. സ്നേഹം എന്ന വാക്കുണ്ടല്ലോ, അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കാമത്തിലൂന്നിയ സ്നേഹവുമുണ്ട്, ആദരവിലൂന്നിയ സ്നേഹമുണ്ട്. ഏതിൽ? ആദരവിലൂന്നിയ സ്നേഹം. അതിന് അടിത്തറയുണ്ട്, അതിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്, ബലമുണ്ട്. കാമത്തിലൂന്നിയ സ്നേഹം മുഴുവൻ തൻ്റെ കാമസുഖത്തിന് വേണ്ടി മാത്രം മറ്റൊരാളെ ചൂഷണം ചെയ്യുന്ന, ഉപയോഗിക്കുന്നതിൽ ഒതുക്കി നിൽക്കും. ആണോ അല്ലയോ? അപ്പം ഈ കുട്ടികൾക്കറിയില്ല ഈ സ്നേഹം എന്നുള്ളത്. അവർ കാമസ്നേഹത്തെ വലിയ സ്നേഹമായിട്ട് കാണും. കാമസ്നേഹം ഒരിക്കലും സ്ഥിരമായി നിൽക്കില്ല. അത് വെറും കാമസുഖങ്ങളിൽ മാത്രം, അവർക്ക് പറയൂ, ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമാണ്. മനസ്സിലായില്ലേ? ആണോ അല്ലയോ? അതിലപ്പുറം അതില്ല. എന്നാൽ അത് ഏത് സ്നേഹമാക്കി മാറ്റണം? ആദരവിൻ്റെ സ്നേഹമാക്കി മാറ്റണം. അപ്പോൾ ആദരവിൻ്റെ സ്നേഹമാവണമെങ്കിൽ മൈത്രീഭാവം വേണം. നല്ല കാര്യങ്ങളിൽ മറ്റുള്ളവരെയും കൊണ്ടുവരാൻ, പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കണം. വേണോ? അവർക്ക് പറയൂ നിങ്ങൾ. ഇപ്പം നമ്മുടെ അച്ഛനമ്മമാരോട് കുറച്ചൊരു ബഹുമാനം നമുക്ക് എന്തുകൊണ്ടാണുള്ളത്? അവർ കുറച്ച് കാര്യങ്ങൾ നമുക്കെല്ലാം തന്നതുകൊണ്ടാണ്. ആണോ? ആ ഒരു ആദരവിൻ്റെ സ്നേഹം അവരോടുണ്ട്. ഇങ്ങനെയുള്ള സ്നേഹം. അപ്പം നാളത്തെ തലമുറയ്ക്ക് നിങ്ങളോടൊക്കെ അതുണ്ടാവണമെങ്കിൽ നമ്മുടെ തലമുറയെ പതുക്കെ നമ്മൾ ഇതിലേക്കെല്ലാം കൊണ്ടുവരണം. അതിൻ്റെ പേരാണ് മൈത്രീഭാവം. എന്താണ്? മൈത്രി. ഇനി മൂന്നാമത്തതാണ് കൃപ. എന്താണ്? കൃപ. അതെന്താണ് കൃപ എന്ന് പറയുന്നത്?
ഒരുപാട് മറ്റുള്ളവർ തെറ്റുകൾ ചെയ്യുമ്പോഴും വിഷമിപ്പിക്കുമ്പോഴും ആദ്യമൊക്കെ നമുക്ക് മറ്റുള്ളവരോട് ഇത്തിരി എന്ത് വേണം? കൃപ തോന്നണം. കൃപ തോന്നുക എന്ന് പറഞ്ഞാൽ പലരും അവരുടെ സ്വഭാവങ്ങളിൽ അടിമപ്പെട്ടവരാണ്. ആ സ്വഭാവങ്ങളിൽ നിന്നും അവരെ കൊണ്ടുവരാൻ നോക്കണം. അല്ലാതെ കുറ്റപ്പെടുത്തി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പം മദ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതെങ്ങനെയോ ആ ശീലം കയറി പിടിച്ചിട്ടുണ്ടാവും. അയാളെ പതുക്കെ അതിൽ നിന്നും എന്ത് ചെയ്യണം? പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് കൃപ എന്ന് പറയുന്നത്. അല്ലാതെ കള്ളുകൂടിയതിന് 10 രൂപ കൊടുക്കുന്നതല്ല കൃപ. ബീഡി വലിക്കുന്നവനൊരു ബീഡിയും കൂടെ കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര കൃപയാണ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ. അതാണോ കൃപ? ആണോ? അല്ല. പണ്ടൊരു കാരണവരുടെ കൃപയെക്കുറിച്ച് പറയും. ഒരു കാരണവരിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ ഒരു പഴയ കാലത്ത് ഒരു പഴയ കാലത്ത് ചുമടെടുക്കാൻ ആരെ കൊണ്ടുവരും? കഴുതകൾ. അപ്പോൾ ഈ കഴുത ഇങ്ങനെ തളർന്ന വശമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഉറക്കെ വീട്ടിലേക്ക് വിളിച്ച് നോക്കിയിട്ട് പറയാം, ഉണ്ണീ. അപ്പം മകൻ അവിടുത്തെ കേട്ട് എന്താന്ന്, ഇത്തിരി വെള്ളം എടുത്ത് കൊണ്ടുപോകാന്ന്. അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ വിചാരിച്ച് ഈ കഴുതയ്ക്ക് കൊടുക്കാനാണ് ആവശ്യമായിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ മനുഷ്യൻ ആ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് സ്വന്തം തൊണ്ടയിൽ ഒഴിച്ച് കളകളകളകളോ കുടിച്ചിട്ട്, അപ്പോൾ നാട്ടുകാർ ചോദിച്ചു, ആ കഴുതയ്ക്ക് ഒന്ന്. അല്ല, എനിക്കിങ്ങനത്തെ ഓരോ കാഴ്ച കണ്ടാൽ വെള്ളം കുടിക്കാൻ തോന്നുന്നു. എനിക്കിങ്ങനത്തെ കാഴ്ച കണ്ടാൽ വെള്ളം കുടിക്കാൻ തോന്നും, കൊടുക്കാനല്ല തോന്നുന്നത്. എന്തു തോന്നും? അതിനെന്താ പറയുക അങ്ങനത്തെ? അത് കൃപയാണോ? അത് കൃപയാണോ? അത് മുഴുത്ത സ്വാർത്ഥതയാണ്, അല്ലേ? അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ സഹായിക്കാനുള്ളൊരു മനസ്സ്. എല്ലാവരെയും നോക്കൂ, മനസ്സിലാക്കുന്നത് ആരും മോശക്കാരല്ല. വാസ്തവത്തിൽ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവരുടെ ഉള്ളിലുള്ള ചില ദൗർബല്യങ്ങളാണ് അവരെ മോശക്കാരാക്കി മാറ്റുന്നത്. അപ്പോൾ ഏത് മോശക്കാരനെയും നമുക്ക് നല്ലവരാക്കി മാറ്റാം. അതുകൊണ്ടാണല്ലോ ഒരു രത്നാകരനെ ആരാക്കി മാറ്റിയത്? കള്ളനും കൊള്ളക്കാരനൊക്കെ ആയി നടന്ന അദ്ദേഹത്തോട് കൃപ തോന്നിയത് കൊണ്ടല്ലേ അദ്ദേഹം ഒരു വാത്മീകിയായത്? ആണോ? എല്ലാവരെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ തുടക്കത്തിലൊക്കെ ഇത്തിരി എന്ത് വേണം? കൃപ കാണിക്കണം. എന്ന് പറഞ്ഞാൽ കൃപ കാണിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കണം എന്നല്ല അർത്ഥം. മറ്റൊരാളെ നേർവഴിയിലേക്കാക്കാൻ നമ്മളാലാവുന്ന വിധത്തിൽ ശ്രമിക്കണം. അപ്പോഴാണ് പലരിലും മാറ്റങ്ങൾ ഉണ്ടാവുക. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളോട് നിങ്ങൾ കൃപ കാണിക്കണം. ആരോട്? അതിന് ദീർഘവീക്ഷണം വേണം. ആ കുട്ടികൾ നാളത്തെ സമൂഹമാണ്. നാളെ അവർ വിവാഹം കഴിക്കും. അപ്പോൾ അവർക്ക് നല്ല സംസ്കാരമുണ്ടെങ്കിലേ ഐക്യത്തിലും ഒത്തൊരുമയിലും സ്നേഹത്തിലും ജീവിക്കാൻ അവർക്ക് പറയൂ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഒരു ബോധം വേണം. അങ്ങനെ ഇപ്പം ഏതൊക്കെ പറഞ്ഞു? പ്രേമം പറഞ്ഞു, മൈത്രി, കൃപ, നാലാമത്തതാണ് ഉപേക്ഷ. എന്താണ്? ഉപേക്ഷ. അപ്പം എന്താണ് ഉപേക്ഷിക്കേണ്ടത്? അവസാനം നമ്മളൊന്നും നേരെയാവണില്ല എന്ന് കണ്ടാൽ അപ്പോഴാണ് ബന്ധങ്ങളിൽ നിന്നൊക്കെ മാറി അവനവൻ്റെ പാതയിലൂടെ കടന്നു പോകേണ്ടത്. ഒന്നും നമുക്ക് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും തളർന്ന് ക്ഷീണിച്ച് പരവശരായി ആത്മഹത്യ ചിന്തിക്കുകയല്ല. തൻ്റെ ജീവിതം തളരാത്ത വിധത്തിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കണം. വേണ്ടേ? ഇതാണ് മനുഷ്യന് വേണ്ടത്. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ അർത്ഥം ഉപേക്ഷിക്കുക എന്നല്ല. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് എങ്ങോട്ട് പോകണം? ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകണം? മുന്നോട്ട് കൊണ്ടുപോകണം. എപ്പോഴും ഓർക്കുക, പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ജീവിതം. എവിടേക്കുള്ള യാത്ര? അത് മറക്കരുത്. അത് ഞാൻ തന്നെ വേണം മുന്നോട്ട് പോവാൻ. ഒരാൾക്കും ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മറ്റുള്ളവർ വേദനിപ്പിച്ചു, മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചു എന്നും പറഞ്ഞ് ഇരുന്ന് കരഞ്ഞ് മോങ്ങി ചാവാൻ പോവല്ല വേണ്ടത്. അതൊന്നൊക്കെ മാറി നിൽക്കുക, സാധനാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ വീട്ടിലത് പറ്റില്ലെങ്കിൽ അത് പറ്റുന്ന ഇടത്തിലേക്ക് പോവന്നല്ല. അതെന്താ വഴിയുള്ളത്? മനസ്സിലായില്ലേ? അല്ലാതെ ആത്മഹത്യ എന്നതൊരിക്കലും ജീവിതത്തിൽ ഒരു തരത്തിലും ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമല്ല. കാരണം അങ്ങനെ മരിച്ചാൽ തന്നെ അടുത്ത ജന്മം കാത്തിരിക്കുന്നത് അതിലും ദുരിതവും ദുരന്തവുമുള്ളൊരു അവർക്ക് പറയൂ ജീവിതമായിരിക്കും. കാരണം ഈ വിഷമവും വിദ്വേഷവും പകയും ഒക്കെ നിറഞ്ഞ മനസ്സോടെ ആയിരിക്കും വീണ്ടും തിരിച്ചു വരുന്നത്. കാരണം ചിന്തകളെ നശിപ്പിക്കാൻ ആർക്കും അവർക്ക് പറയൂ സാധ്യമല്ല. അപ്പോൾ ആ ചിന്തകളൊക്കെ ആയിട്ട് വീണ്ടും പുനരഭിജനനം
പുനരഭിമരണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. ഒന്ന് പറയൂ എല്ലാവരും. ഇത് നമ്മുടെ ഹിന്ദു സമൂഹം കൊണ്ടു നടന്നാൽ കുറേയെങ്കിലും ബന്ധങ്ങൾ താളം തെറ്റാതെ, ബന്ധങ്ങൾ തകരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ആണോ അല്ലയോ? അത് പരിശീലിപ്പിക്കണം. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും നമ്മുടെ കുട്ടികളിൽ എങ്ങനെങ്കിലും നമ്മൾ പരിശീലിപ്പിച്ച് എടുക്കണം. തയ്യാറാണോ? ഉറക്കെ പറയൂ. നിങ്ങൾ എത്ര പേര് കുട്ടികളെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചവരുണ്ട്? കുറച്ച് പേരുണ്ട്. നമുക്ക് 5-6 പേരില്ല എന്നല്ല, പുട്ടിൽ തേങ്ങിടുന്ന പോലെ 5-6 പേരുണ്ട്. ലളിതാ സഹസ്രനാമം പഠിപ്പിച്ചവരെത്ര പേരുണ്ട്? ഇത് ചൊല്ലാൻ അറിയുന്നവരെത്ര പേരുണ്ട്? ചൊല്ലുന്നവർ അത് നന്നായി. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവർ കമ്പാരിറ്റീവ്ലി ഉണ്ട്. നന്നായത്. അപ്പം നമ്മൾ ചൊല്ലുകയും വേണം, എന്തു വേണം? ചൊല്ലിക്കുകയും വേണം. അപ്പോഴാണ് ആ സ്നേഹബന്ധം ഒരാത്മീയ ബന്ധമായി മാറുന്നത്. നമ്മൾ പ്രായം കൂടുന്തോറും ബന്ധത്തെ ഏതാക്കി മാറ്റണം? ഒരാത്മീയ ബന്ധമാക്കി, ഉറക്കെ പറയൂ, മാറ്റണം. അതൊരു ഗുരുശിഷ്യ ബന്ധമാക്കി മാറ്റണം. നമ്മുടെ സംസ്കൃതി അതാണ്. അച്ഛനെയും അമ്മയൊക്കെ ആരായി കാണണം? ഗുരുക്കന്മാരെ. മാതാപിതാ ഗുരു എന്നാണ്. മാതാപിതാ. അപ്പോൾ കുറേ കഴിഞ്ഞാൽ ഗുരുക്കന്മാരായി മാറുന്ന രീതിയിൽ നിങ്ങൾ മാറണം. ഇപ്രകാരം ദേവി പറഞ്ഞിട്ട് പറഞ്ഞു, കൃഷ്ണ, ഞാൻ അങ്ങേ കല്യാണം കഴിച്ചത് സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ തിരുവോണത്തിന് വേണ്ടിയിട്ടല്ല. ഇങ്ങനെയല്ലേ പാടാറ്? സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്നാൽ തിരുവോണമെന്ന്. എന്നാൽ നമുക്കറിയാം, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവിട്ടം, ചവിട്ടം, പൂരൂരുട്ടാതി, ഉത്രട്ടാതി ഉള്ള ബഹളങ്ങളൊക്കെ വരാൻ തുടങ്ങും. ആണോ? ആണോ? അപ്പം ദേവി പറയണു, ഞാൻ എന്തിനാ കല്യാണം കഴിച്ചത്? ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങയുടെ നാമത്തെ ഉപാസിച്ച് അങ്ങ് ഏത് തലത്തിലാണോ എത്തിയത് ആ തലത്തിലേക്ക് എനിക്കും ഉയരണം. അവസാനം അങ്ങയിലേക്ക് എനിക്ക് അലിഞ്ഞ് ചേരണം. തന്നിലേക്ക് അലിഞ്ഞു ചേർന്ന് താനും ദേവിയുമെല്ലാം ഒന്നായിത്തീരുന്ന ആ ഒരു തലത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ദേവി തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. കേവലം ഒരു ലൗകിക ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി അല്ല എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ അത്യധികം ആദരവോടെ ദേവിയോട് പറയാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ദേവി 52-ാം ശ്ലോകെ 60-ാം അധ്യായത്തിൽ മാം ഭജന്തി ദാമ്പത്യേ തപസാവൃതചര്യയാം കാമാത്മാനോപവർഗേശം മോഹിതാ മമ മായ മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തി യേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യ നിരയേപിയെന്നണം മാത്രാത്മകത്വൽ നിരയസ്വസംഗമ. എന്താ പറയണത്? ഏ മാം ഭജന്തി, എന്നെ ആരാണോ ഭജിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പല വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് കാമാത്മാക്കളായിട്ട്. ആര്? എന്താ കാമാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ആരാണോ എന്നെ ഭജിക്കുന്നത്, അതായത് അമ്പലങ്ങളിലൊക്കെ തൊഴുതു പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അവരവരുടെ ഉള്ളിലുള്ള കാമം എന്ന് വെച്ചാൽ, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ. അവരൊക്കെ മോഹിതോ മമമായ, എൻ്റെ മായയിൽ മോഹിക്കപ്പെട്ടവരാണ്. അപ്പം എന്നെ എന്തിനാ ഭജിക്കേണ്ടത്? മാം പ്രാപ്യ മാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യ നിരയേപിയേ നൃണാം മാത്രാത്മകത്വാൽ നിരയസ്സുസംഗമ. എന്തിനാണ് വേണ്ടി ഭജിക്കേണ്ടത്? മാം പ്രാപ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഉറക്കെ പറയൂ, പ്രാപിക്കുക എന്ന് പറയൂ എല്ലാവരും. മനുഷ്യൻ്റെ മനസ്സിനെ ഭജിച്ച് 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 ആരിലെത്താം? പൂർണ്ണബോധസ്വരൂപനായ ആരിലെത്താം? അപ്പം ഭഗവാനിലെത്താൻ കഴിയുന്ന മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ. എവിടെ എത്താം?
എന്നിട്ടാണോ എന്നും പറഞ്ഞിരിക്കുന്നത്? ഇവിടെ വല്ലതിനെ ഓർത്ത് ദുഃഖിച്ചും വിഷമിച്ചും ചൊറി പറഞ്ഞും ചൊറി മാന്തിയും പറഞ്ഞും പഴി പറഞ്ഞിരിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? എന്താ വേണ്ടത് ഇവിടെ? ജപിച്ച് 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 ആരിലേക്ക് എത്തണം? തീരുമാനിച്ചോ? എന്ത് തീരുമാനിച്ചു? നാമം ജപിച്ച് മനസ്സിനെ ഉയർത്തണ്ട. അത് താനെ ഉയർന്ന് അവസാനം ആരിലെത്തും? ഭഗവാനിൽ. അപ്പം ഭഗവാൻ പറയും, മാം പ്രാപ്യ, എന്നെ പ്രാപിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കാതെ എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചതി, കൈനീട്ടുന്നു. പിച്ചക്കാരെ പോലെ എൻ്റെ മുന്നിൽ വന്ന് യാചിക്കുന്നു. എന്താ വേണ്ടത്? സമ്പത്ത്. എന്ത് വേണം? സമ്പത്ത് വേണം. അതാണ് എല്ലാ ലോട്ടറിക്കാരും അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കൊക്കെ എന്ത് വേണം? സമ്പത്ത് വേണം. പിന്നെന്താ വേണ്ടത്? സത്പതിയും. സത്പതി എന്ന് പറഞ്ഞാൽ നല്ല പതി എന്നുള്ള അർത്ഥത്തിലല്ല. അത് നല്ലൊരു കുടുംബം വേണം. എന്ത് വേണം? നല്ലൊരു കുടുംബം വേണം എന്നൊക്കെയുള്ള രീതിയിൽ ആരാണോ എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടി യാചിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, തേ അവർ മന്ദഭാഗ്യ. ആരാണ് മന്ദഭാഗ്യ എന്ന് പറഞ്ഞാൽ? ആരാണ്? എന്താണ് മന്ദഭാഗ്യം എന്ന് പറഞ്ഞാൽ? മന്ദുള്ളവരോ? സംസ്കൃതം ഇങ്ങനെ പറഞ്ഞാൽ അപകടം. മന്ദഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവരെന്നാണ്. എന്താണ്? ഭാഗ്യമില്ലാത്തവരാണ്. അപ്പം നമ്മളൊരു അമ്പലത്തിൽ പോകുന്നത് ശരിക്കും പ്രാർത്ഥിക്കാനാണോ? അവർക്ക് പറയൂ, ഇതാരോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അമ്പലത്തിൽ പോയി കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നത്. വാസ്തവത്തിൽ നമ്മൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? ജപിച്ച് മനസ്സിനെ ആരിലേക്ക് എത്തിക്കണം? അതിനുള്ള യോഗ്യതയും കഴിവും പ്രാപ്തിയും സ്വാതന്ത്ര്യവും ശക്തിയും ആർക്കുണ്ട്? നമുക്കുണ്ട്. ഇതെന്നും പറയുക, ഭഗവാനിലെത്താൻ കഴിയുന്ന ഒരു മനസ്സെനിക്കുണ്ട്. പൂർണ്ണബോധമായ ഭഗവാനിലെത്താൻ കഴിയുന്ന ഒരു മനസ്സെനിക്കുണ്ട്. പറയൂ. എന്താ പറഞ്ഞ എനിക്കറിയില്ല. തത്തമേ പൂച്ച. പൂർണ്ണബോധ സ്വരൂപനായ ഭഗവാനിലേക്കെത്താൻ കഴിവുള്ളൊരു മനസ്സെനിക്കുണ്ട്. അപ്പം നിങ്ങളുടെ മനസ്സ് ആരിലേക്കെത്താൻ സഹായിക്കും? അപ്പം ഇവിടെ എന്തിനെങ്കിലും കുറിച്ചിരുന്ന് പരിഭവവും പരാതിയും വിഷമവും പറയൂ നിങ്ങൾ. വേണോ? അവിടെ തീരുമാനിക്കണം. ഞാൻ ഒന്നിനെക്കുറിച്ചും ഇരുന്ന് വിഷമിക്കാനോ പരിഭവം പറയാനോ പിച്ചത്തരം പറയാനോ അല്ല വന്നത്. ഞാൻ വന്നിരിക്കുന്നത് ജപിച്ച് ആരിലേക്കെത്തണം? അതങ്ങോട്ട് തീരുമാനിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതം തന്നെ മാറിയിട്ടുണ്ടാവും. പിന്നെ അപ്പുറത്ത് അവൻ നോക്കിയില്ലേ, ഈ ചെറിയ കൊച്ചുകുട്ടികൾ പറയുന്ന പോലെ ഇവൻ പിച്ചി അവൻ പിച്ചി അവർ പിച്ചി. മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞൊരു ദിവസം സ്കൂളിൽ പോയൊരു സ്കൂളിൽ എന്നെ കൊണ്ടുപോയി. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞെൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പിടിച്ച് ഒറ്റ അമർത്തൽ, പിച്ചലോട് പിച്ചൽ. ഞാൻ ചോദിച്ചു, എന്തിനാ കുട്ട എന്നെ ഇങ്ങനെ പിച്ച് ചെയ്തെന്ന്? അവൻ ഇങ്ങനെ എന്നെ പിച്ച് ചെയ്തതെന്ന്. അതിനെന്നെ എന്തിനാ പിച്ച് ചെയ്തതെന്ന്? അല്ല, അത്രയും വേദന എനിക്കുണ്ടായിന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത്ര. അവനെത്ര വേദന അനുഭവിച്ചു എന്നുള്ളത് അവന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്തതുകൊണ്ട് അവൻ അമർത്തിയതാണെന്ന്. ഞാൻ പറഞ്ഞു, ഭാഗ്യം അവൻ കടിക്കാഞ്ഞത് നന്നായിന്ന്, അല്ലെങ്കിൽ നീ എന്നെ കടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മളും വേദനിപ്പിച്ചൊക്കെ ജീവിക്കുമ്പോൾ നമ്മളറിയുന്നില്ല ഇതിനൊക്കെ അപ്പുറത്ത് ഭഗവാനിലേക്ക് എത്താൻ കഴിവും പ്രാപ്തിയുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടെന്ന്. അല്ലേ? വാതരോഗത്താൽ തളർന്ന പട്ടതിരിപ്പാടാണ് അവസാനം പരമാനന്ദ സന്തോഹലക്ഷ്മിയും. അദ്ദേഹത്തിൻ്റെ ആ വരികളൊക്കെ നോക്കൂ നിങ്ങൾ. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈയനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേത്വം
ക്ഷുദ്രം തം ശക്രവാടി ധ്രുവമഭിലഷതി വ്യർത്ഥമർത്തിപ്രജോയം. എനിക്ക് ഭഗവാനെ അവിടുത്തെ പരമാനന്ദ സന്തോഷം, അതായത് പരമാനന്ദ പ്രാപ്തി കിട്ടാൻ യോഗ്യതയുള്ളൊരു മനസ്സുണ്ടായിട്ട് ഞാനിങ്ങനെ വൃത്തം അഭിലഷതി, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഞാൻ വിഷമിക്കുന്നതും ദുഃഖിക്കുന്നതും. ഞാൻ എൻ്റെ വലിയ സാധ്യതകളെ, ഭഗവാനിലേക്ക് എത്താനുള്ള സാധ്യതകളെ ഞാൻ കാണുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ കണ്ട് അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ എൻ്റെ ജീവിതം അവർക്ക് പറയൂ കാണുന്നു. മനസ്സിലായി? ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന പോലെയാണ് ജീവിതം. ഈ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോണ്ടല്ലോ, നല്ല ഹൈവേ അപ്പുറത്തുണ്ടാവും, അത് ഗൂഗിൾ മാപ്പ് കാണിച്ചില്ല, ഈ ഊട് വഴി കാണിച്ചു തരും. അത് ചിലപ്പോൾ വല്ല തോട്ടിലേക്കായിരിക്കും കൊണ്ടുവിടുന്നത്. അങ്ങനെയാണ് പലരും എവിടെ കൊണ്ടുപോകുന്നത്. അപ്പുറത്ത് നല്ല റോഡുണ്ടാവും, പക്ഷേ ഗൂഗിൾ മാപ്പ് അത് മാത്രം കാണിച്ചില്ല. ഈ ചെറിയ ഊട് വഴി കൂടെ നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ സംഭവിക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ? പിന്നെ നമ്മൾ മനസ്സിലായി, അയ്യോ നിങ്ങളെന്തിനാ അതിൽ പോയത്, അപ്പുറത്ത് നല്ല ഹൈവേ ഉണ്ടല്ലോ എന്ന്. അത് പക്ഷേ ഈ സാധനത്തിന് അറിയണ്ടേ എന്ന് പറഞ്ഞ പോലെ പരമാത്മാവിലേക്ക്, പരമാനന്ദ സന്തോഷലക്ഷ്മി ഭഗവാനിലേക്ക് എത്താൻ കഴിയുന്നൊരു മനസ്സുണ്ടായിട്ട് ഈ കുനുട്ട് പറയുന്ന പിച്ചുമ്പയും പറയുന്ന ഒരു ജീവിതത്തിലേക്കാണ്, ആ ഊടുവഴിയിലൂടെയാണ് മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൽ നിന്നും പുറത്ത് കടക്കണ്ടേ? വേണോ വേണ്ടയോ? അതിനാണൊരു സുഹൃതം, ഭാഗ്യം എന്നൊക്കെ പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ മനസ്സിൽ അങ്ങനെ ഒരു ഭക്തി വേണം മനസ്സിലെന്നും. അതിനാണ് വിഗ്രഹമൊക്കെ വെച്ചുകൊണ്ട് ആ കൃഷ്ണനെയൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ, ആ വിഗ്രഹമൊക്കെ പലരുടെയും വീട്ടിലുണ്ട്, പക്ഷെ ആ വിഗ്രഹത്തിൽ നോക്കിക്കൊണ്ട് ഒരു ജീവനുള്ള കൃഷ്ണനെ കാണാൻ നമ്മളാരും ശ്രമിക്കില്ല. നമ്മളതിങ്ങനെ കണ്ട് ഗുരുവായൂരപ്പ ഒക്കെ കണ്ടോളൂ ഒക്കെ കണ്ടോളൂ എന്ന്. എന്ത് കണ്ടോളൂ? ഗുരുവായൂരപ്പൻ പറയും നീ എന്നെ നോക്ക്, ആ പരിപാടിയില്ല എന്നാണ്. മനസ്സിലായില്ലേ? വേണമെങ്കിൽ എന്നെ കണ്ടോളൂ എന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ആ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി നോക്കൂ, ആൾക്കാർ അത്ര സ്വാർത്ഥതയിലാണ്. എങ്ങനെയെങ്കിലും ആ ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുത് കാര്യം പറഞ്ഞ്, എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലയോ? എത്ര അവനവൻ്റെ കാര്യം നേടിയെടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഒരാളുടെ ബിസിനസ് തകർന്നു പോയി, ആ ബാങ്കിൽ കൊടുക്കേണ്ട പണത്തിന് വീട് വിറ്റു. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഒരു ഓപ്പറേഷൻ വന്നിട്ട് അങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നു, കുറേ കാശ് അങ്ങനെയും പോയി. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ, അമ്മയുടെ കാഴ്ചയും പോയി. ഇയാൾ ഈ അമ്പലത്തിൽ ചെന്നിട്ട് ഉറക്കെ പ്രാർത്ഥിക്കണം, 10 രൂപയും കയ്യിൽ വെച്ചിട്ട്, ഭഗവാനെ ഞാൻ അങ്ങയ്ക്ക് വലിയൊരു വഴിപാട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന്. എന്താ വേണ്ടത്? എൻ്റെ ബിസിനസ് എനിക്ക് തിരിച്ച് കിട്ടി, ബാങ്കുകാർ ലോൺ തരണം ആദ്യം, ബിസിനസ് തിരിച്ച് കിട്ടി, എൻ്റെ ഭാര്യയുടെ ആരോഗ്യം വീണ്ടും കിട്ടി, അവൾ പ്രസവിച്ച് അതിലുള്ള കുട്ടിയെ കാണാൻ അമ്മയ്ക്ക് കാഴ്ച കൊടുക്കണം അത്രേ. ഇപ്പം ഇയാളിത് നേരെയാക്കാൻ ഭഗവാൻ എന്തൊക്കെ നേരെയാക്കി കൊടുക്കണം? ബാങ്ക് ലോൺ ശരിയായി കൊടുക്കണം, ബിസിനസ് നേരെയായി കൊടുക്കണം, ഇയാളുടെ ഭാര്യയുടെ ആരോഗ്യം നേരെയായി കൊടുക്കണം, ഭാര്യ പ്രസവിച്ച് അതിലുള്ള കുട്ടിയെ കാണാൻ അമ്മയ്ക്ക് കാഴ്ച കൊടുക്കണം. അത്രയേ വേണ്ടു ഇയാൾക്ക്. എല്ലാറ്റിനും കൂടി 10 രൂപ കുഴിതിട്ടിരിക്കുകയാണ് ഭഗവാൻ. ഈ തരത്തിൽ എന്നിട്ടോ അത് പ്രാർത്ഥിക്കുന്നതോ മുന്നിൽ നിൽക്കുന്നവൻ്റെ തോളിൽ കയറിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്തരം ഒരു സ്വാർത്ഥത നമ്മുടെ ഹിന്ദുക്കളിൽ വളരെ അവർക്ക് പറയൂ കൂടുതലാണ്. ഇങ്ങനെ എന്തൊക്കെയോ അമ്പലത്തിൽ ചെന്ന് പറയണോ, എന്താ പറയുന്നത് എന്നുള്ളൊരു ബോധമില്ല. ഇങ്ങനെ തമാശയിട്ട് പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ? ഒരു കുട്ടി പണ്ട് പാടിക്കൊണ്ടിരുന്നത് ദൈവമേ കൈത്തൊഴാം, ആ പണ്ട് ഉള്ളൊരു പാട്ടില്ലേ, ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണേ പാവമാമെന്നെ നീ. അപ്പോൾ കുട്ടി എന്താ പാടിയത്? ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാക്കണേന്ന്, അല്ലെങ്കിൽ നീ എന്നെ കാൽക്കുമാറാക്കണേന്ന്. അപ്പോൾ ഇത് കേട്ടിട്ടൊരു അമ്മ ചോദിച്ചു, എന്താ കുട്ടി ഇങ്ങനെയൊക്കെ പൊട്ടത്തരം പാടുന്നത്? കേൾക്കുമാറും കാൽക്കുമാറൊന്നുമല്ല. അപ്പോൾ കുട്ടി പറയാണ്, പണ്ടത്തെ പാട്ടൊക്കെ നിങ്ങളുടെ പാട്ട് എന്ന്, ഇത് ന്യൂജൻ പാട്ടാണ്. എന്താവോ, ഞങ്ങളുടെ നാട്ടിലെ വലിയ പൈസക്കാരാണ് കെ കുമാർ, ദൈവമേ വല്ലതും ആക്കിത്തരാണ് കെ കുമാറിനെ പോലെ ആക്കിത്താന്ന്. ഇനി അത്രയും പറ്റില്ലെങ്കിൽ കാൽക്കുമാറെങ്കിലും, ഫുള്ള് പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചെങ്കിലും. ഈ തരത്തിലുള്ള സ്വാർത്ഥത നമ്മളെ അങ്ങോട്ട് അടിമുടി കീഴടക്കി കളഞ്ഞു. ഉണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇതിൽ മാറ്റം വരുത്തട്ടെ? വേണോ വേണ്ടയോ? അപ്പോൾ ദേവിയോട് പറയാണ്, എന്നെ പ്രാപിക്കാനാണ് ശ്രമിക്കേണ്ടത്, എൻ്റെ മുന്നിൽ വന്ന് ഉറക്കെ പറയൂ. യാചിക്കുന്നവരല്ല ഭക്തന്മാർ,
സാധനയിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നവരാണ് ആര്? ഭക്തന്മാർ. നമ്മളും ഭഗവാനും എല്ലാം അവർക്ക് പറയൂ ഒന്നാണ്. അല്പം പോലും നമ്മളിൽ നിന്ന് വേറെയല്ല. ആര്? ഭഗവാൻ. കൂടെയുണ്ട്. ഭഗവാൻ പറയണോ, ഞാൻ എപ്പോഴും കൂടെയുണ്ട്. ത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഇത്രയും സൗന്ദര്യവും ഇത്രയും ആശ്ചര്യം ഇത്രയും മാധുര്യവും അവിടത്തേക്കല്ലാതെ വേറെ എന്തിനാ ഉള്ളത് ഭഗവാനെ? ആ ഒരു രുചി, ആ ഒരു ലയം, ആ ഒരു ആനന്ദം അത് ജീവിതത്തിൽ വരുമ്പോഴാണ് ജീവിതത്തിനൊരു നിറവും പൂർണ്ണതയും തൃപ്തിയും ഉണ്ടാവുന്നത്. അത് നാമജപത്തിൽ ലയിക്കാതെ വേറൊരു ഷോർട്ട് കട്ടില്ല. നാമജപത്തിൽ ലയിച്ചുകൊണ്ട് വേണം ജീവിതത്തിൻ്റെ ഒരു നിറവിലേക്ക് മനസ്സിനെ ഉറക്കെ പറയൂ ഉയർത്താൻ. മനസ്സിലാവുണ്ടോ പറയുന്നത്? വെറുതെ പറയല്ല, ഇതൊക്കെ പരിശീലിച്ചെടുക്കണം, നേടിയെടുത്തിട്ട് വേണം ഇവിടെ നിന്നും. കാരണം മനുഷ്യജന്മത്തിലൂടെ ഇത് നേടിയെടുക്കാൻ പറ്റും. 11-ാം സ്കന്ധം 20-ാം 19-ാം ശ്ലോകം കൃഷ്ണൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. നൃദേഹമദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്സതേരിതം ഭുമാൻ ഭവബ്ധിം. കിട്ടിയോ നിങ്ങൾക്ക്? 11-ാം സ്കന്ധം ഉദ്ധവ ഉപദേശം, ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം, 20-ാമത് അധ്യായം, 11-ാം സ്കന്ധം 20-ാം അധ്യായം 19-ാമത് ശ്ലോകം. 19 20 നോക്ക്, കൃത്യം ഒന്ന് കറക്റ്റ് ചെയ്യണേ. ചിലപ്പോൾ എനിക്കും ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ ഇത്തിരി അബദ്ധം പറ്റിയേക്കാം. കിട്ടിയ ആർക്കെങ്കിലും? നൃദേഹമദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന തപസ്സതേരിതം. 17-ാമത്തെ ശ്ലോകം അല്ലേ? 19 അല്ല 17 അല്ലേ? ആണോ? കറക്റ്റ്. അപ്പോൾ കറക്റ്റ് ചെയ്യണം. ഇടയ്ക്ക് ശ്ലോകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീതയും ഭാഗവതം കൂടെ പറയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. നൃദേഹമദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്സതേരിതം പുമാൻ ഭവാപ്തിം ന തരേസാത്മഹ. എന്താ പറയണത്? നൃദേഹമദ്യം. ഇങ്ങനെയൊരു മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മനുഷ്യജന്മം. ഇനി എന്താ വേണ്ടത്? ഗുരുകർണധാരം. ഗുരുക്കന്മാർ, ആചാര്യന്മാരുടെ അടുത്ത് പോയി നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് കേട്ട് ഉറപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പ്ലവം സുകൽപ്പം. പ്ലവം എന്ന് പറഞ്ഞാൽ ഈ മനസ്സാകുന്ന തോണിയെ മയാനുകൂലേന നഭസ്വതേരിതം. ഈ മയാനുകൂലേന എന്ന് പറഞ്ഞാൽ മയ അനുകൂലം, അതൊക്കെ കുറേ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? എൻ്റെ അനുകൂലതയിലേക്ക്, എന്നിലേക്ക് ഈ മനസ്സാകുന്ന തോണിയെ തുഴഞ്ഞോളണം. ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലായി ലക്ഷ്യം എന്താണ്, ആരിലേക്ക് എത്തണം? ഭഗവാനിലേക്ക്. ഇനി എന്താ ജോലി? ഈ മനസ്സാകുന്ന തോണിയെ തുഴഞ്ഞ് ആരിലേക്ക് എത്തിക്കണം? അല്ലെങ്കിൽ ഭവാബ്ദ്യം നതരേത്. ഈ ഭവസാഗരത്തെ, ഈ ദുഃഖ ദുരിതത്തെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ വേറൊരു വഴിയും ഇല്ല. അങ്ങനെ ജീവിക്കാത്തവർ, അതിനുവേണ്ടി മെനക്കരാത്തവർ സ ആത്മഹ, അവർ ആത്മഹത്യ ചെയ്തതിന് തുല്യരാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ മരിച്ചവരാണ് അവർ. കാരണം ജീവിത ലക്ഷ്യം എന്താണെന്ന് അറിയില്ല, ജീവിത ലക്ഷ്യം അറിയില്ല, ജീവിതത്തിൽ ഉന്നതമായതൊന്നും നേടാൻ അവർക്ക് കഴിയുന്നുമില്ല. അവരിങ്ങനെ ചൊറിയും പറഞ്ഞ മാന്തി, അവിടെ മാന്തി ഇവിടെ മാന്തി, ഇങ്ങനെ കുറ്റവും കുറവും വിഷമവും വേദനയും പ്രയാസവും പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഏറ്റവും മനസ്സിനെ തളർത്തി ജീവിക്കുന്ന ദുർബലന്മാരാണ്. ആരാണ്? മനസ്സിലാവുണ്ടോ? അങ്ങനെ ജീവിക്കാനാണോ നമ്മൾ വന്നത്? ആണോ? അല്ല. അപ്പം പലരും ഇവിടെ ഇരിക്കുമ്പോൾ പലരും എന്താ വിചാരിക്കുന്നത്? സ്വാമി ഇപ്പം ഭാഗവതം കേട്ടാൽ മകൻ്റെ കല്യാണം നടക്കുമോ, മകൾ പ്രസവം നടക്കുമോ,
നിങ്ങൾ വിചാരം ഇതൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നതാണ്. അതൊക്കെ നടക്കുന്ന സമയത്തൊക്കെ നടക്കട്ടെ. നിങ്ങളുടെ മനസ്സ് നിങ്ങൾ ജപിച്ചുയർത്തുമ്പോൾ അത് നടക്കേണ്ട രീതിയിൽ ഉറക്കെ പറയൂ, നടക്കും. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ആ ഉറപ്പ് നിങ്ങൾക്ക് വേണം. അത് നടക്കേണ്ട സമയത്ത് നടക്കും. ഞാനതിനെക്കുറിച്ച് ആവലാതിയും വേവലാതിയും അലവലാതിയേറ്റും ഒരു കാര്യമില്ല. ഞാനെന്ത് വേണം? ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുക, ജപം ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇപ്രകാരം സാധിച്ചാൽ നിങ്ങൾ എവിടെ എത്തുന്നറിയോ? പരമാനന്ദ സംപ്ലുത. എവിടെ എത്തും? 11-ാം സ്കന്ധം 9-ാം അധ്യായം 4-ാം ശ്ലോകം. ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് അതൊക്കെ. 11-ാം സ്കന്ധം 9-ാമത് അധ്യായം 4-ാം ശ്ലോകം. ദ്വാവേമ ചിന്തയാ മുക്തോ പരമാനന്ദ സംപ്ലുത യോ ജഡോ ബാലോ യോ ഗുണിഭ്യ പരം മന. കണ്ടു? ദ്വാവേമ ചിന്തയാ മുക്ത. 2 കൂട്ടർ ചിന്തകളിൽ നിന്ന് മുക്തരാവും. ഒന്ന് ജഡോ ബാല, പാവം കുട്ടികൾ, അവർക്ക് പ്രത്യേകിച്ച് വിചാരങ്ങളോ ചിന്തകളൊന്നും ഇല്ല. എന്നാൽ രണ്ടാമതൊരു കൂട്ടരുണ്ട്. അതാരാന്നറിയോ? ഒന്നിനെക്കുറിച്ചും ഒരു അസ്വസ്ഥതയോ ഒരു ആവലാതികളൊന്നും ഇല്ലാത്തവർ. ആര്? ഗുണീഭ്യപരം മന എന്ന് പറഞ്ഞാൽ നിരന്തരം ജപിച്ച് മനസ്സിനെ ഉയർത്തിയവർക്ക് പരാതികളും പരിഭവങ്ങളും ഇല്ല. അവരെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്ന് പോവും. അതാണ് ആ ജപത്തിന് അത്രയും ശക്തിയുണ്ട്. ജപിച്ച് ആ കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളണേ. കാരണം അവസാനം മനുഷ്യന് ഏറ്റവും വലിയ സമ്പത്ത് ആത്മീയത മാത്രമാണ്. മനസ്സിലായില്ലേ? ഇതല്ലാത്തൊരു സമ്പത്ത് വേറെ. ഇതിലാണ് ഒരു ആനന്ദം ശരിക്കും കണ്ടെത്താൻ സാധിക്കും. ഒരു പരിഭവമില്ലാതെ, പരാതികളില്ലാതെ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കി മാറ്റി നമുക്കും പ്രയോജനം, സമൂഹത്തിനും പ്രയോജനമുള്ള ഒരു ജീവിതമാക്കി ഇറക്കി തിരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നോക്കൂ, കുറേ ആൾക്കാരുടെയൊക്കെ പരാതി സ്നേഹിക്കുന്നില്ല. കുറേ അമ്മമാരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഭർത്താവ് സ്നേഹിക്കുന്നില്ല, അയാൾ കള്ളിലാണ്, മക്കളാണെങ്കിൽ അവരുടെ സ്വാർത്ഥത്തിലാണ്, മരുമകളാണെങ്കിൽ അവളെ ഒരുമ്പെട്ടവളെന്ന് വിളിക്കും. കാരണം അവൾക്ക് അവളുടെ കാര്യങ്ങളേ ഉള്ളൂ, എൻ്റെ കാര്യങ്ങളൊന്നും. ഞാൻ നുണ പറയില്ല നിങ്ങളോട്. ഞാൻ ആ ഗുരുവായൂരിൽ സപ്താഹം നടത്തുമ്പോൾ ഒരമ്മ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. സ്വാമി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും, മകന് കല്യാണം നടന്നില്ല. അത് ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തില്ല, ഗുരുവായൂരപ്പൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ സ്വാമി ഇവിടുന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ കേൾക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ നിങ്ങൾ ഭാഗവതമൊക്കെ വായിക്കുന്നൊക്കെ പറയേ. അങ്ങനെ എന്തോ എൻ്റെ നല്ല ഭാഗ്യത്തിന് കല്യാണം നടന്നു. ഞാൻ പിറ്റേ വർഷം സപ്താഹത്തിന് പോകുമ്പോൾ അമ്മ പറയണം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടി സ്വാമി, മകൻ്റെ കല്യാണമൊക്കെ നടന്നു. ഇങ്ങനെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നു വിചാരിച്ചില്ല. ഒരു ഉപദ്രവം തീർന്നല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ ഞാൻ വീണ്ടും സപ്താഹത്തിന് ചെല്ലുമ്പോൾ ഈ അമ്മ അവിടെ ഉണ്ട്. ചോദിച്ചു, അമ്മയെ കാര്യങ്ങൾ എന്നോട് പറയാം, ഗുരുവായൂരപ്പൻ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് ചോദിച്ചു. ഈശ്വര, ഇതിപ്പോൾ എന്താ പുതിയ പരാതിയാണല്ലോ. അപ്പോൾ പറയണം, ആ ഒരുമ്പെട്ടവൾ, അവൾക്കിതിലൊന്നും ഒരു താല്പര്യമില്ല എന്ന്. അവൾ എണീക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അവൾക്കെന്ന്. അതെൻ്റെ വീടല്ലേ, എന്നിട്ട് ഇപ്പം അവളുടെ വീട് പോലെ അവൾ ജീവിക്കണതെന്ന്. ഇനി സ്വാമി പറയും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ ശീർഷാസനത്തിൽ നിൽക്കുമെന്ന്. അല്ലാതെ എന്താ പറയാനുള്ളത്? അതൊന്ന് ആലോചിച്ചത്. മരുമകൾ ശരിയില്ലെങ്കിൽ എനിക്കോ ഉപദ്രവം? ഇതിപ്പോൾ ഞാനാണോ കെട്ടിച്ചു വിട്ടത്? എന്ന് ആലോചിച്ചു. അവരുടെ മകൻ്റെ കല്യാണം ഞാനാണോ ചെയ്തു കൊടുത്തത്? ഇതിപ്പോൾ എൻ്റെ അടുത്താണ് പരാതിയിട്ട്. ഞാൻ നുണ പറയല്ലത്, ഓരോ അനുഭവം പറയണം. ഇപ്പം ഇത് നാട്ടുകാരെന്താ വിചാരിക്കുക, ഞാനാണ് വല്ല കല്യാണ ബ്രോക്കറോ ഈ കല്യാണം കടിച്ചു വിട്ടു കൊടുത്തത്. ഇങ്ങനെയൊക്കെ നമ്മൾ പരാതിയും പറഞ്ഞ് ഇല്ലേ, ഞാൻ പറയുന്നത് കേട്ടില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ. ഈ വിഷമങ്ങളും പരാതികളും നമുക്ക് കുറച്ച് നാമത്തിലേക്ക് ശ്രദ്ധ വെച്ചാൽ ബാക്കിയെല്ലാം അങ്ങോട്ട് ശരിയാവും. ശരിയല്ലാത്ത മരുമകളും കുറേ കഴിഞ്ഞാൽ പറയും, അമ്മായിയമ്മ നന്നായി പോകണ്ടല്ലോ എന്ന്. അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്കും എന്തു വേണം? നാമം ചൊല്ലാം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായി പണ്ടൊരു സ്ഥലത്തൊരു ഇതൊരു മാർവാടി ഫാമിലി. മാർവാടി എന്ന് പറഞ്ഞാൽ പൊതുവെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് നോർത്തിൽ. ഇപ്പോൾ ഒരു മാർവാടിക്ക് 4 ആമ്പിള്ളേരുണ്ട്, വലിയ ബിസിനസ്സുകാരാണ്. വീട്ടിൽ 5-6 പണിക്കാരൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പം തന്നെ ആലോചിച്ചുകൂടെ അവരുടെ വീട്ടിലെ സൗകര്യങ്ങളൊക്കെ. അപ്പം മകനൊക്കെ ബിസിനസ്സാണ്, വലിയ നെറ്റ്വർക്ക് ബിസിനസ്സാണ്.
അപ്പം മകൻ കല്യാണം കഴിച്ചുകൊണ്ടൊരു വലിയൊരു സമ്പന്നൻ്റെ മകളെയാണ്. അപ്പോൾ അവൾ രാവിലെ കാറെടുക്കും, ഒക്കെ മെർസീഡിയസും BMW ഒക്കെ ഉള്ള ടീമാണ്. അവൾ നേരെ പാർലർ പോവും, പിന്നെ അവരുടെ ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, മറ്റേ ക്ലബ്ബ്, ഈ ക്ലബ്ബ്, കംപ്ലീറ്റ് ക്ലബ്ബുകളിലാണ് അവളുടെ ജീവിതം. അതാണ്. പിന്നെ രണ്ടാമത്തവളുടെ കല്യാണം, ഈ അമ്മയാണെങ്കിൽ, ഈ മാർവാടിയുടെ ഭാര്യയാണെങ്കിൽ വലിയ ഭാഗവതപ്രിയാണ്. എവിടെ സപ്താഹമുണ്ടോ അവിടെയൊക്കെ പോകും അവർ. അപ്പോൾ അവർ വിചാരിച്ചു, ഈശ്വര ഇങ്ങനെയൊരു വൃത്തികെട്ട സാധനമാണല്ലോ കയറി വന്നത്, കുറച്ചൊരു വിദ്യാഭ്യാസം ഉള്ളതിനെ കൊണ്ടുവരാമെന്ന്. അങ്ങനെ നല്ല എഡ്യൂക്കേഷനുള്ളൊരു പെണ്ണിനെ കൊണ്ടുവന്നു. അവൾ PhD കിടത്താണ്. അതിനെ കൊണ്ടുവന്നപ്പോൾ അവൾ വീട്ടിലെത്തിയപ്പോൾ അവൾ വിചാരിക്കുക, മൂത്തവൾക്ക് ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ എനിക്കും ഈ കൂടെ എന്ന്. ഞാനും വിട്ടു കൊടുക്കില്ല. അവളുടെ രീതിയിൽ ക്ലബ്ബും പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങി. അതും കണക്കേനെ. അപ്പോൾ മൂന്നാമത്തവൻ്റെ കല്യാണം വിചാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇത്തിരി സാമ്പത്തികമായിട്ട് കുറവുള്ള, എന്നാൽ പിന്നെ വീട്ടിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുമല്ലോ. അതിനെ കൊണ്ടുവന്നപ്പോൾ അവൾ വിചാരിക്കുകയാണ്, ഇവർക്ക് പൈസ ഉള്ളതിൻ്റെ ഗമയാണ്, ഞാനെന്തിനും അങ്ങനെ ജീവിക്കാൻ അടിമയിട്ട് എന്ന്. അവളും അങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം അമ്മ വിചാരിച്ചു, നാലാമത്തത് ഇത്തിരി ഭാഗവതമൊക്കെ അറിയുന്നൊരു കുടുംബത്തിൽ നിന്നാവണമെന്ന്. അങ്ങനെ അന്വേഷിച്ച് കിടങ്ങൂർ വന്നു. എന്ന് വെക്കുക ഞാൻ പറഞ്ഞില്ലേ മുഴുവൻ. ഏതായാലും അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വേണം ഒരു പെണ്ണിനെ കിട്ടാൻ, ഒരു ആത്മീയതയ്ക്കുള്ളൊരു കുടുംബത്തിൽ നിന്ന് വേണം. അങ്ങനെയൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു കുട്ടിയെ കിട്ടി. ആ കുട്ടി വീട്ടിൽ വന്നപ്പം ആ കുട്ടിക്ക് അന്വേഷണം, രാവിലെ എണീക്കുക, അതിൻ്റെ ജപം, കാര്യങ്ങൾ, പല വ്രതങ്ങളൊക്കെ അന്വേഷിക്കുന്ന കുട്ടിയെ. ഇപ്പോൾ രാവിലെ വന്ന് അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അപ്പം മറ്റുള്ളവർക്കൊക്കെ വേണ്ട ഭക്ഷണമൊക്കെ ഒരുക്കി വയ്ക്കും. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, നോക്കൂ ഇവളാണ് ഉണ്ടാക്കുന്നത്. അപ്പം മറ്റൊരു ചിന്തന അവളുണ്ടാക്കുന്ന പണിക്കാരില്ലേ, ശമ്പളം കൊടുക്കുന്നില്ലേ. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളതിൽ ബഹളം വയ്ക്കണ്ട, ഞാനതൊക്കെ ചെയ്യുന്നത് അതിൽ ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. എന്ത് കാര്യം? അത് പിന്നെ പറയാമെന്ന്. അതിൽ ചില കാര്യങ്ങളുണ്ട്, അത് പിന്നെ പറയാമെന്ന്. ഉറക്കം കിട്ടുമോ പിന്നെ? ഇവക്ക് എന്തോ ഒരു കാര്യം അറിയാം, എന്തോ ഒരു കാര്യം അറിയാം. അവരെ ഉറക്കം പോയി. ഒരു ദിവസം അവർ ചോദിച്ചു, എന്താ അതിലെ കാര്യം? അപ്പോൾ അവൾ പറഞ്ഞു, നോക്കൂ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പണ്ട് ശബരിയോട് മാതംഗഋഷി പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നീ ഇങ്ങനെ കാത്തിരിക്കണം ഭക്ഷണമൊക്കെ ആയിട്ട്, ഒരു ദിവസം രാമൻ വരും. അപ്പം എൻ്റെ അമ്മ പറഞ്ഞിട്ട്, നീ ഭക്ഷണം മറ്റുള്ളവരെ ഫീഡ് ചെയ്താൽ ഒരു ദിവസം ഭഗവാൻ തന്നെ വന്ന് കഴിച്ചിരിക്കുന്നു. എനിക്ക് അത്ര ഉറപ്പാണ്. ഇത് കേട്ടില്ലേ, ഈ പെണ്ണുങ്ങളൊക്കെ രാവിലെ എണീക്കാൻ തുടങ്ങി. എല്ലാം അടുക്കളയിൽ കയറി ഉണ്ടാക്കൽ. കാരണം ഇപ്പം ഞങ്ങളുണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കും ആര് കഴിക്കേണ്ടത്? ഭക്ഷണം കഴിക്കേണ്ട ഭഗവാൻ കഴിക്കേണ്ടത്. അപ്പോൾ ഈ കുട്ടി അവിടെ കൊണ്ട് നിന്നില്ല. ഈ കുട്ടി അപ്പോഴേക്കും ചൂലെടുത്ത് അടിച്ച് വരാൻ തുടങ്ങി. അവർ പറഞ്ഞു, അയ്യോ അതിനൊക്കെ പണിക്കാരുണ്ടല്ലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതല്ല, അതിലൊരു കാര്യമുണ്ട് എന്ന്. ഇവരുടെ ഉറക്കം പോയി വീണ്ടും. ഇനിയിപ്പോൾ ഇതിലെന്താവോ ഒരു കാര്യമുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു, അതും ഈ ശബരിയുടെ കഥയാണ്. രാമായണത്തിലെ ശബരി കാട്ടുവാസിയാണല്ലോ, കാട്ടിലെ ആദിവാസിയല്ലേ. അങ്ങനെ വഴി വൃത്തിയാക്കും. ആർക്ക് വേണ്ടിയിട്ട്? മാതംഗഋഷിക്ക് വേണ്ടി. അന്ന് ആ ദേവി ഒരിക്കലും വിചാരിച്ചില്ല ഋഷി ഒരു ദിവസം തന്നെ ശിഷ്യയാക്കുന്നു. അതുപോലെ ഞാൻ വൃത്തിയാക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു മഹാൻ കാല് വയ്ക്കും, എന്നെ അനുഗ്രഹിക്കുന്നു. അതിനു വേണ്ടി ഞാൻ വൃത്തിയാക്കുകയാണെന്ന്. ഈ കാര്യം കേട്ടില്ലേ, ഒരു സമാധാനം പോയി. പിറ്റേ ദിവസം എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി. അങ്ങനെയല്ലേ കർക്കിടകത്തിൽ നമ്മളൊക്കെ ഈ ചേട്ടാ ഭഗവതി പോ ശ്രീ ഭഗവതി വരുന്നൊക്കെ പറഞ്ഞ് അല്ലേ വീട് വൃത്തിയാക്കി വെക്കൽ ആണോ? ആ ഒരു പ്രതീക്ഷയാണ്. ഭഗവതി നമ്മുടെ വീട്ടിലേക്ക് വീട്ടിൽ വരും, ചേട്ട അവിടുന്ന് പോകും എന്നുള്ളൊരു സങ്കല്പമുണ്ട്. എന്നതുപോലെ ഈ മഹാന്മാരാരെങ്കിലും പിറ്റേ ദിവസം ഇവിടെ അടുക്കളയിലും തിരക്ക്, ചൂലെടുത്തടിച്ചു വാരലും, അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ആ കുട്ടി ആ വീടിൻ്റെ ജീവിതം തന്നെ മാറ്റിയെടുത്തു എന്നാണ്. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ സത്സംഗത്തിൽ നിന്നും കിട്ടുന്ന സംസ്കാരങ്ങളാണ്. മനസ്സിലായില്ലേ? അതാണ് ചിലപ്പം ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി മാറുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്കൊന്ന് മിസ് ചെയ്തു പോയി. കാരണം അവർക്കിതൊന്നും ഒരു ABCDയും അറിയില്ല. ഒന്നും അറിയാനും താല്പര്യമില്ല. അവർക്കിതിലൊന്നും താല്പര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്കിതൊന്നും കേൾക്കണ്ട നിങ്ങളുടെ കഥ, പഴംപുരാണങ്ങളൊന്നും. ആണോ? അവർ മാറിപ്പോയി, വലിയ മാറ്റം വന്നുപോയി. ആണോ അല്ലയോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തിരി കർക്കശതയിൽ നമുക്ക് ഈ വൈകുന്നേരങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഈ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ
കൊണ്ടുവരണം. നിങ്ങളൊക്കെ ശ്രമിക്കണം. ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഗുരുവായൂരിൽ സപ്താഹം നടത്തുമ്പോൾ അവിടുത്തെ ആളുകളുടെ പ്രയത്നം കൊണ്ട് 500 കുട്ടികൾ വിഷ്ണു സഹസ്രനാമത്തിൽ പങ്കെടുത്തു. എത്ര? 500 കുട്ടികൾ. അപ്പം വേണമെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളിലേക്ക് ഈ ഒരു സംസ്കാരം കൊണ്ടുവരാൻ പറ്റും. അതിനൊരു ഇത്തിരി പ്രയത്നം പറയൂ ചെയ്യണമെന്ന് മാത്രം. ഇപ്പം ക്ഷേത്രങ്ങളിൽ ആദ്യമൊക്കെ കുറവായിരിക്കും, പിന്നെ ആളുകൾ വന്ന് ഇതൊരു മാറ്റം ഉണ്ടാവും. ഇപ്പം തന്നെ നമുക്ക് സപ്താഹങ്ങൾ തന്നെ പഴയ സപ്താഹങ്ങളാണോ? ഇപ്പോഴത്തെ സപ്താഹം ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടോ? പഴയ കഥ പറയുന്ന രീതികളിൽ നിന്നൊക്കെ ധാരാളം ഇന്ന് അതിൻ്റെ ഇപ്പം എന്നെപ്പോലുള്ള ആചാര്യന്മാരൊക്കെ വളരെ മോഡേൺ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സപ്താഹങ്ങളൊക്കെ നമുക്ക് വരാൻ തുടങ്ങിയതുപോലെ കാലം കൊണ്ട് നമുക്ക് കുട്ടികളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് നമ്മളാണ് ഒരു പ്രതിബന്ധമാവുന്നത്. എന്നുവെച്ചാൽ നമ്മളിതിനൊന്നും ഇറങ്ങിത്തിരിക്കില്ല. അപ്പം നമ്മളാദ്യം അതിനിറങ്ങിത്തിരിച്ചാൽ ബാക്കിയുള്ളതും വന്ന് ചേർന്ന് കൊള്ളും. നമ്മളിറങ്ങിയാലേ പുറകിൽ മറ്റുള്ളവരും വരുള്ളൂ എന്നുള്ള ഒരു ബോധം ഓരോരുത്തരിലും ഉണ്ടാവണം. ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്താണ്? സമൂഹത്തോടുള്ള അവർക്ക് പറയൂ ഉത്തരവാദിത്വം. ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ചുറ്റുപാട്. കാരണം സമൂഹം നന്നായാലേ ജീവിതം സുരക്ഷിതമാവുള്ളൂ. ഈ തിയറി എപ്പോഴും ഓർക്കണം. എന്താണ്? നല്ലൊരു സമൂഹമുണ്ടെങ്കിലേ അവർക്ക് പറയൂ ജീവിതം സുരക്ഷിതമാവുള്ളൂ. സമൂഹം വഴിതെറ്റിപ്പോയാലോ ജീവിതവും വഴിതെറ്റിപ്പോയി. ഇപ്രകാരം ഇവിടെ കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നീട് നമ്മൾ ആ ഒരു കഥ ഉപസംഹരിപ്പിച്ചു. ഭഗവാൻ അത്യന്തം സന്തോഷമായി. ആരോട്? രുക്മിണി ദേവിയുടെ. അപ്പം രുക്മിണി ദേവിക്ക് ഡൈവേഴ്സ് നോട്ടീസ് എന്തിനാണ് കൊടുത്തത്? എന്താണ് ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് രുക്മിണിയിലൂടെ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ആ രുക്മിണി ദേവിയെ താൻ ഉപേക്ഷിക്കുന്നു എന്ന വിധത്തിൽ ഒരു പിണക്കം രുക്മിണിയോട് കാണിച്ചത്. ഇപ്രകാരം ആ കഥയ്ക്ക് ശേഷം പിന്നീട് 64-ാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇവിടെ നോക്കിയാണ് എടുക്കുന്നത്. 64-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് പണ്ട് നൃഗൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കഥ. ആരാണ് നൃഗൻ? അദ്ദേഹത്തിന് ഒരു വലിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നത്. ഈ നൃഗന് ഇത്തിരി സമ്പത്ത് വളരെ കൂടുതലുണ്ട്. ഒരു അഹങ്കാരം, സമ്പത്ത് കൂടുമ്പോൾ ഒരു അഹങ്കാരം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ പിറന്നാൾ ദിവസം എന്താണ് 101 പശുക്കളെ ഞാൻ സ്വർണം കെട്ടിച്ച് ബ്രാഹ്മണർക്ക് കൊടുക്കും. എത്ര? അപ്പം മറ്റേ പശുവിൻ്റെ കൊമ്പിൻ്റെ മുകളിലൊരു ചെറിയൊരു കപ്പ് വയ്ക്കും, അതിനെയാണ് സ്വർണം കെട്ടിക്കുക. ഇങ്ങനെ എത്ര പശുക്കളെ കൊടുക്കാമെന്ന്. അങ്ങനെ അദ്ദേഹം ആ ഒരു അഹങ്കാരമൊക്കെ കാണിച്ച് കൊടുത്തു. പക്ഷേ കഷ്ടകാലം ഏത് രൂപത്തിലാണ് വരിക എന്നറിയില്ലോ. ആ സമയത്ത് വേറൊരു ബ്രാഹ്മണൻ വന്നു. എന്താ രാജൻ അങ്ങിങ്ങനെ ദാനമൊക്കെ ചെയ്യണമെന്ന് കേട്ടു. അല്ല, എനിക്കും വല്ലതൊക്കെ തരാലോ എന്ന് രാജാവ് കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിനൊരു 101 പശുക്കളെ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടായെന്ന് വെച്ചാൽ ആദ്യം കൊടുത്ത പശു നല്ലൊരു പശു ഉണ്ടായിരുന്നു, നല്ല അകിടൊക്കെ ഉള്ളൊരു പശു. അത് തിരിച്ച് ആലയിൽ കയറി. നോക്കണം ഓരോ പല്ലാപ്പ്. രണ്ടാമത് കൊടുത്ത ബ്രാഹ്മണന് ആ പശു പെട്ടുപോയി. ഇത് ആദ്യത്തെ ബ്രാഹ്മണൻ നോട്ടീസ് ചെയ്തു, ആ പശു എനിക്ക് തന്നതാണെന്ന്. രണ്ടാമത്തെ ബ്രാഹ്മണനാണെങ്കിലോ അതിലേറെ ആർത്തി, ഇതെനിക്ക് തന്നതാണ്. അവസാനം ഒരൊറ്റ പശുവിൻ്റെ പേരിൽ രണ്ടും കൂടെ അങ്ങോട്ട് മുഴുത്ത വഴക്ക്. എനിക്ക് തന്നതാണെന്ന് ആദ്യത്തെ ആൾ. എനിക്ക് തന്നത് കണ്ടതല്ലേ, എനിക്കല്ലേ തന്നത്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് തന്നതാവുക? അല്ല, എനിക്ക് തന്ന പശുവാണ് തിരിച്ചു പോയത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ആ പശുവിൻ്റെയാണെന്ന്. അതെനിക്ക് തന്ന, ഞാനത് വിട്ടുതരാൻ തയ്യാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കോട് വളരെ ബഹളം. രണ്ടും രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് കൈകൂപ്പി പറഞ്ഞു, അങ്ങനെ ഉപദ്രവിക്കരുത്, പറന്നാളാണ്, ഒരു അബദ്ധം പറ്റിപ്പോയി. ഒരു ആൾക്ക് ഞാൻ അതിന് പകരം കുറച്ചുകൂടി പശുക്കളെ തരാം. അപ്പം ആദ്യത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ തീരുമാനമായിട്ട് മതി, ബാക്കി കാര്യം സദ്യയൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് ആ പശു തന്നെ വേണമെന്ന് ഒറ്റ വാശി. അപ്പം രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് അതന്നെ മതിയെന്ന്. രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കും
രാജാവ് പറഞ്ഞു പകുതിയേക്ക് തരാൻ പറ്റില്ലല്ലോ പശുവിനെ, പറ്റുമോ? ഇല്ല. അപ്പം രണ്ടുപേരും കൂടി പറഞ്ഞു എന്നാ നിങ്ങൾക്ക് ഞങ്ങൾ തരാമെന്ന്. ആ രണ്ടും കൂടി അങ്ങോട്ട് ശപിച്ചു, നീ ഒരു ഓന്തായി പോട്ടെ എന്ന്. പശുവിനെ കിട്ടിയതിന് കൊടുത്ത സമ്മാനം രാജാവ് ആരായി? ഓന്തായിപ്പോയി. ഈ കഥ കേട്ടാൽ എന്താ ഇപ്പം മനസ്സിലാവുക? ഈ കഥ കേട്ടാൽ ഇപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലാവുക? എന്താ നിങ്ങളൊന്നും പെടാത്തത്? ഒരു ഉപകാരം ചെയ്താൽ ഉപദ്രവമായിട്ടാണ് വരിക എന്നുള്ളത്. അങ്ങനെയല്ലേ പൊതുവെ മനസ്സിലാക്കുക. ഈ ഓന്ത് ചെന്ന് വീഴുന്നത് ദ്വാരകയിലെ കൃഷ്ണൻ്റെ അവിടുത്തെ കിണറ്റിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണൻ്റെ കുട്ടികൾ കൊച്ചുകുട്ടികളാണ്. അവർ പന്ത് കളിക്കുമ്പം അവരുടെ പന്ത് എന്ന് കിണറ്റിൽ വീണു. അവരെല്ലാവരും കൂടി കൃഷ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡാഡി പന്ത് കിണറ്റിലാണെന്ന്. ആ കൃഷ്ണൻ പന്തെടുക്കാൻ പോയപ്പോഴാണ് ഓന്ത് കിടക്കുന്നത്. ഹേയ്, ഇതെവിടെ നിന്ന് വന്നോ എന്ന്. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ഓന്തിനെ പഠിച്ച് പുറത്തിട്ടപ്പോൾ ഓന്ത് രാജാവായി, നിർഗനായി. രാജാവ് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ രാജാക്കന്മാരൊക്കെ ഓന്തിൻ്റെ രൂപത്തിൽ നടക്കുന്നത്? പറഞ്ഞു, അങ്ങനെയാണ് ഭഗവാനെ ഇപ്പോഴത്തെ കാലങ്ങളൊക്കെ. ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എപ്പോഴാണ് ഓന്താവുക എന്നറിയില്ല. മനസ്സിലായില്ലേ? അവരുടെ വേഷം എപ്പോഴാണ് മാറുകയെന്നറിയില്ല. ഇപ്പം അങ്ങനെയല്ല. ഇന്ന് കോൺഗ്രസ്സിലാണെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റാണ്, മറ്റന്നാൾ BJP ആണത്. ഒന്നിനേക്കാളും കഷ്ടമാണ് അവർ. ഏതായാലും ഇപ്രകാരം ഭഗവാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു, ഈ കഥകളൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ പശുവിനെ കൊടുത്തതും ശാപം കിട്ടിയതും. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടി 33, 34, 35, 64 ഇത് വളരെ ഗംഭീരാണ്. നാഹം ഹാലാഹലം മന്യേ വിഷം യസ്യ പ്രതിക്രിയാം ബ്രഹ്മസം ഹി വിഷം പ്രോക്തം നാസ്യ പ്രതിവിദർഭുവി ഹിനസ്തേ വിഷമസ്താരം വഗ്ഡിബി. കാണുന്നുണ്ടോ? പ്രശാമ്യതി. കാണുന്നുണ്ടോ? കുലം സമൂഹലം ദഹതി ബ്രഹ്മസ്വാരണിപാവക ബ്രഹ്മസ്വം ദുരനുജ്ഞാതം ഭുക്തം ഹന്തിത്യപുരുഷം പ്രസക്യതു ബലാൽഭുക്തം ദശപൂർവൻ ദശാചരൻ. കാണുന്നുണ്ടോ എന്നുള്ള വരി? എന്താ പറയുന്നത്? നാഹം ഹാലാഹലം മന്യേ വിഷം. പണ്ട് പരമശിവൻ കഴിച്ച ഹാലാഹലത്തെയല്ല ഞാൻ വിഷമായി കാണുന്നത്. ബ്രഹ്മസ്വം ഹി വിഷം എന്നാണ്. എന്താണ് ബ്രഹ്മസ്വം? അതിന് പല അർത്ഥങ്ങളാണ്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വമായ സമ്പത്ത്, അല്ലെങ്കിൽ ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അർത്ഥം ബ്രഹ്മത്തിൽ നിന്നും വന്നത്. അതാണ് ബ്രഹ്മസ്വം. ബ്രഹ്മത്തിൻ്റെ ഭാഗമായത് എന്നൊക്കെയാണ്. ബ്രഹ്മത്തിൻ്റെ ഭാഗമായ സമ്പത്ത് മനസ്സ് തന്നെയാണ്. ഏതാണ്? അപ്പം മനസ്സ് നമുക്കൊരു വിഷമായി മാറും. വിഷവുമായി മാറും. ആര്? മനസ്സ്. എങ്ങനെയുള്ളൊരു മനസ്സ്? എങ്ങനെയുള്ളൊരു മനസ്സാണ് വിഷമായിട്ട് മാറുന്നത്? ബ്രഹ്മസ്വം എപ്പോഴാണ് വിഷമായി മാറുന്നത്? നമ്മുടെ ശ്രദ്ധ തെറ്റുമ്പോൾ. ഏതാണ്? ഇവിടെ ദാനം ചെയ്യുന്ന സമയത്ത് ആ ശ്രദ്ധ പോയതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്? ആണോ? രാജാവിൻ്റെ ആ ശ്രദ്ധ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കൊടുത്തതിനെ ഇപ്പം രാജാവ് പോയ പശുവിന് തിരിച്ച് ആദ്യത്തെ ബ്രാഹ്മണന് കൊടുത്തിരുന്നെങ്കിൽ രണ്ടാമത്തെ ബ്രാഹ്മണനൊന്നും പറയാൻ പോലും ഉണ്ടാവില്ല. ഉണ്ടോ? പറയാൻ പോലും ഉണ്ടാവില്ല. പക്ഷെ രാജാവിന് അതിനുള്ളൊരു കെൽപ്പും തൻ്റെ ഇടവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു സമ്പത്താണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. മനസ്സിനെ പിടികൂടുന്ന 2 പ്രശ്നങ്ങളാണ്, വിഷമാണ്. ഒന്ന് അലസത. എന്താണ് അലസത? ഒരു അലസത എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാനുള്ള അവർക്ക് പറയൂ കഴിവില്ലായ്മ. ഇപ്പം ഞാൻ നിങ്ങളോട് രാവിലെ വൈകുന്നേരം എണീറ്റ് അമ്പലത്തിൽ വരുമ്പോൾ നിങ്ങൾ ഒരു അലസഭാവം നിങ്ങളിലുള്ളതിന് കാരണം ആ തീരുമാനമെടുക്കാനുള്ളൊരു കഴിവില്ലായ്മ. രണ്ടാമത്തത് അലസതയുണ്ടോ സ്വാർത്ഥതയുമുണ്ട്. അവനവൻ്റെ ലോകം, അതിലങ്ങനെ എൻ്റെ കാര്യം, അതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഇത് രണ്ടും വിഷമമായിട്ട് മാറും. വിഷവുമായി മാറും, വിഷമവുമായി മാറും. ഇതെത്ര കണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും രാജാവ് ആ സ്വാർത്ഥതയിലാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. ദാനം ആണോ? അവസാനം അദ്ദേഹം ചെയ്യുന്നതിൽ വേണ്ടത്ര ശ്രദ്ധ വെച്ചില്ല. അതുകൊണ്ട് ശാപം കിട്ടേണ്ടി വന്നു.
അലസതയും സ്വാർത്ഥതയും, ഇത് രണ്ടും ജീവിതത്തിൽ നമ്മളെ മുന്നോട്ടല്ല എങ്ങോട്ട് കൊണ്ടുപോകും? താഴോട്ട്. അലസത മാറാൻ എന്താ വേണ്ടത്? ചില കാര്യങ്ങൾ ചെയ്യുമെന്നൊരു ദൃഢനിശ്ചയം വേണം, കൃത്യനിഷ്ഠ വേണം. എന്ത് വേണം? എങ്ങനെയാണ് സ്വാർത്ഥത പോവുക? നിരന്തരമായ അനുഷ്ഠാനങ്ങളിലൂടെ, കൂട്ടായ അനുഷ്ഠാനങ്ങളിലൂടെ. എന്ത് വേണം? അനുഷ്ഠാനം. ഇപ്രകാരമൊക്കെ പരിശീലിച്ചാൽ മനസ്സൊരിക്കലും വിഷമവും ആവാതിരിക്കും. ഇതൊക്കെ ഓർത്തുകൊള്ളുക. നമ്മൾ ജീവിതം ഒരു നല്ല അനുഭവമാക്കി മാറ്റാനാണ് നമ്മൾ ഭൂമിയിൽ വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ വിധി, തലയിലെടുത്ത്, യോഗം, ശനി, ചൊവ്വ ഇതൊന്നും ഇല്ല നിങ്ങൾക്കുള്ളത് എന്താ അറിയോ? നിങ്ങളിലെ അലസതയും സ്വാർത്ഥതയും. ഇത് മാറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു ശനിയും ഇല്ല, ഒരു ചൊവ്വയും ഇല്ല, കേതുവും ഇല്ല, ഒന്നുമില്ല. ഇത് രണ്ടും ഉണ്ടോ? ബാക്കിയെല്ലാം ഉണ്ട്. ഏത് രണ്ടും? അലസതയും സ്വാർത്ഥതയും ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കാരണം അലസതയുള്ളവൻ അവശനാണ്, സ്വാർത്ഥതയുള്ളവൻ അവനവൻ്റെ പിടിവാശിയിലും അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിലും ജീവിക്കും. അപ്പം പിന്നെ എവിടെ നന്നാവുക? ഇതാണ് വിഷമാണ്, ഇത് വിഷമമാണ്, ഇത് ഹാലാഹലത്തേക്കാൾ വലിയ വിഷമാണ്. മനസ്സിലാവുണ്ടല്ലോ? ഹാലാഹല വിഷത്തിന് പ്രതിവിധിയുണ്ട്, ഇതിനൊരു പ്രതിവിധിയില്ല. എന്ന് വെച്ചാൽ അവനവന് മാത്രമേ ഇത് നേരെയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും നമ്മുടെ ശത്രുക്കളാണ്. ആരൊക്കെയാണ്? അലസതയും സ്വാർത്ഥതയും. ഇത് രണ്ടും മാറണം. അതിനാണ് വൈകുന്നേരം ഒന്നിച്ചിരുന്ന് എല്ലാവരും നാമം ചൊല്ലുമ്പോൾ നമ്മളിലെ സ്വാർത്ഥത ക്രമേണ പോവും. അതുപോലെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അലസതയും മാറും. വേണോ വേണ്ടയോ? ഇത് രണ്ടും ഉള്ളവർ അമ്പലത്തിൽ പോയി തൊഴുതിട്ടും കാര്യമൊന്നുമില്ല, ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ല. നിങ്ങൾ തൊഴുമ്പോൾ ഒരു സുഖമുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആ തൊഴുമ്പോഴൊക്കെ സുഖമുണ്ട്. അതിൻ്റെ പേര് ചൊറിമാന്തി സുഖം എന്നാണ്. തൽക്കാലം കിട്ടുന്ന ഒരു കൊതുക് കടിക്കുമ്പോൾ നമ്മളിങ്ങനെ ചൊറിയുമ്പോൾ ഒരു കൊതുക്, ചില ചൊറിയന്മാർ കൊതുകുണ്ട് ഉണ്ടോ, കുഞ്ഞു കൊതുകുണ്ട്. അത് കടിക്കുമ്പം ഭയങ്കര ഇച്ചിങ്ങാണ്, ഭയങ്കര ഇറിറ്റേഷൻ വരും. അപ്പോൾ എന്തു ചെയ്യും? നമ്മൾ ചൊറിയും. ആ ചൊറിയുമ്പോഴൊരു സുഖം, അത്രയ്ക്കൊരു മനസമാധാനം കിട്ടും. ഇതേ വേണ്ടൂ എങ്കിൽ നിങ്ങൾ നന്നാവരുത്. അതല്ല, എനിക്ക് മനോബലമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പണിയെടുക്കണം. മറ്റത് അത് മതി. ഏത്? ഒരു ചൊറിമാന്തി സുഖയ്ക്കേ വേണ്ടൂ എന്നുള്ളെങ്കിൽ ഇപ്പോഴുള്ള മരുന്നൊക്കെ മതി, ഈ തൊഴുതുപോലൊക്കെ മതി. കാരണം നിങ്ങൾക്ക് അത്രേ വേണ്ടൂ. എന്നാൽ നിങ്ങൾക്ക് മനോബലം വേണം, സമൂഹം നന്നാവണം എന്നൊക്കെ ഒരു വിശാല ഭാവനയും കുറേ കൂടി ഉന്നത ഭാവനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാനും പണിയെടുക്കാനും തയ്യാറാവണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതൊരു ഉത്തരവാദിത്വമാണ്. ജീവിതം ഒരു ഉത്തരവാദിത്വമാണ്. എന്താണ്? ഇപ്പം നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വത്തിലല്ല. ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നത് ചില അവനവൻ്റെ കടമകളെന്ന പേരിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പോവുകയാണ്. എന്നാൽ ചില ഏറ്റെടുക്കലിനെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കടമയും ഉത്തരവാദിത്വവും വ്യത്യാസമുണ്ട്. കടമ മീൻസ് സംതിങ് വിച്ച് യു സപ്പോസ് ടു ഡു, യു ഓട്ട് ടു ഡു. നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥമായ മറ്റതല്ല, നിങ്ങൾ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. യു ആർ അണ്ടർടേക്കിംഗ് സം റെസ്പോൺസിബിലിറ്റി. ദാറ്റ് ഈസ് സംതിങ് ഹയർ ദാൻ ദ വാട്ട് എവർ യു ആർ ഡൂയിങ് എന്നുള്ളത്. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കുറേയും കൂടിയും ഉന്നതമാണ്. ഏത്? ചില കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറയൂ ഏറ്റെടുക്കുന്ന. കാരണം അവരുടെ മനസ്സ് കുറേയും കൂടിയും ഉയർന്നതാണ്. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? അതിലേക്ക് നമ്മൾ പോകണം. കടമ ചെയ്താൽ മാത്രം പോരാ, ഉത്തരവാദിത്വങ്ങൾ അവർക്ക് പറയൂ ഏറ്റെടുക്കണം. അതിനെ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുമ്പോൾ വലിയ വലിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് ഭഗവാൻ നമ്മളെ അങ്ങനെ അവർക്ക് പറയൂ ഉയർത്തി 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 കൊണ്ടുപോകും. അത് ഉറപ്പാണ്. ഭഗവാൻ അതാ പറയണത്, എൻ്റെ ഭക്തനെ ഞാൻ താഴാനും തളരാനും അവർക്ക് പറയൂ സമ്മതിക്കില്ല. ഉറപ്പല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സാധിക്കട്ടെ. അപ്പം ഇത്രയും മതി. ഇനി നമുക്ക് കുചേലചരിതം നമ്മൾ വായിച്ചു.
പിന്നെ അതിനിടയ്ക്ക് മറ്റൊരു ഗംഭീര കഥയാണ് രാജസൂയയാഗം. ഏതാണ്? രാജസൂയയാഗത്തിലാണ് മഹാഭാരതം എന്ന യുദ്ധത്തിൻ്റെ വിത്ത് പാകുന്നത്. അത് കഴിഞ്ഞ് കുചേല ചരിതമുണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. വൈകുന്നേരമാണെങ്കിൽ നിങ്ങളെ കാണാൻ ആര് വരുന്നുണ്ട്? കുചേലൻ വരുന്നുമുണ്ട്. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസമൊക്കെ ഗംഭീരമായിരുന്നില്ലേ? അപ്പം നാളെ ഉച്ചയോടുകൂടി ഈ യജ്ഞം അതിൻ്റെ പരിസമാപ്തി കുറിക്കും.